ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ അനുഗ്രഹീതമായിരിക്കുന്ന ഈ കൺവെൻഷനിൽ ദൈവത്തിൻ്റെ വചനവുമായി കർത്താവിൻ്റെ സാക്ഷിയായി ഒരു പ്രാവശ്യം കൂടെ വളരെ ആദരണീയരായ ദൈവദാസന്മാരുടെയും വളരെ വിലപ്പെട്ട ദൈവമക്കളുടെയും നടുവിലായിരിക്കാൻ ലഭിച്ച അവസരം ജീവിതത്തിലെ ഒരു അനുഗ്രഹമായി ഞാൻ കണക്കാക്കുന്നു. ഈ യോഗത്തിന് വളരെ മഹനീയമായ അധ്യക്ഷത വഹിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ചെറിയാൻ ആൻ്റണി അവറുകൾ, വേദിയിൽ ഉപസ്ഥാപിക്കുന്ന വളരെ ശ്രേഷ്ഠന്മാരായ കർത്തുദാസന്മാർ, ഈ സെൻറ്ററിന് വളരെ ശക്തമായ നേതൃത്വം കൊടുക്കുന്ന എൻ്റെ ബഹുമാന്യ സ്നേഹിതൻ പാസ്റ്റർ ടി എം ഫിലിപ്പ് അവറുകൾ, ഞാൻ പിതൃതുല്യം ബഹുമാനിക്കുന്ന എൻ്റെ നാട്ടുകാരൻ കൂടെ ആയിരിക്കുന്ന പാസ്റ്റർ സി ബി ജോൺ അവറുകൾ, അതുപോലെ എനിക്ക് വളരെ പ്രിയമുള്ള പാസ്റ്റർ ബോസം കുരുവിള അവറുകൾ, പാസ്റ്റർ ടി എം വർഗീസ് അവറുകൾ, പാസ്റ്റർ ജേക്കബ് ജോർജ്, പാസ്റ്റർ എബ്രഹാം കുറിയാക്കോസ് ഉൾപ്പെടെ, ജോണിക്കുട്ടി പാസ്റ്റർ ഉൾപ്പെടെ വേദിയിലായിരിക്കുന്ന ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാരുടെ നീണ്ട നിരയുണ്ട്. എല്ലാ കർത്താവിൻ്റെ ദാസന്മാർക്കും സദസ്സിലായിരിക്കുന്ന ദൈവദാസന്മാർക്കും ഈ സഭയ്ക്ക് ശക്തമായ നേതൃത്വം കൊടുക്കുന്ന എൻ്റെ സഹോദരൻ കൂടെ ആയിരിക്കുന്ന പാസ്റ്റർ കുര്യൻ മാത്യു, വളരെ അനുഗ്രഹീതമായ ഗാനങ്ങൾ ആലപിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഗായക സംഘം, ദൈവവചന കേൾവിക്ക് വേണ്ടി വളരെ പ്രാർത്ഥനയോടും ഒരുക്കത്തോടും കടന്നു വന്നിരിക്കുന്ന വളരെ ബഹുമാന്യരായ ദൈവമക്കൾ, മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, ലൈവിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന മാന്യ ശ്രോതാക്കൾ, എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിലുള്ള സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുകയാണ്. കഴിഞ്ഞ ദിനങ്ങളിൽ വളരെ ശക്തരായ ദൈവഭൃത്യന്മാരിൽ കൂടെ നമ്മോടും ദേശത്തോടുമുള്ള ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം നാം കേട്ട് ബലപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് രാത്രിയിലും ആൾ മാറി വന്നെന്ന് മാത്രമേ ഉള്ളൂ. വചനത്തിനോ നമ്മിൽ വ്യാപരിക്കുന്ന ദൈവാത്മാവിനോ മാറ്റമില്ല. അതുകൊണ്ട് തന്നെ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. നാം കർത്താവിൻ്റെ വരവിനോട് ഒരു ദിവസം കൂടെ അടുത്തു കഴിഞ്ഞു. ഏത് സമയത്തും നമ്മുടെ കർത്താവ് വരും. നിങ്ങളുടെ മുഖത്ത് യാതൊരു സന്തോഷവും ഇല്ല. പുള്ളി വന്നാൽ ഞങ്ങളുടെ വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ 2 ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കേണ്ട ഗതികേട് ഞങ്ങൾക്ക് വരുമല്ലോ എന്നുള്ള ആളുകളെ പോലെ മുഖം ഇരിക്കുന്നത്. ഫ്രൈസലോ അറിയാതെ ഞങ്ങളുടെ വീട്ടിൽ വല്ലതും കയറി വന്നാൽ വൈകിട്ടത്തെ ഡിന്നർ ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരുമല്ലോ എന്നുള്ള നിരാശയുടെ മുഖമല്ലാതെ കർത്താവ് വരുമെന്ന് പറഞ്ഞിട്ട് എത്ര പേർക്ക് സന്തോഷമുണ്ട്. ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ യേശു വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ മാത്രം ആ കരമൊന്നടിച്ച് ദൈവത്തെ സ്തുതിച്ച് ഹല്ലേലൂയ. ഞങ്ങളെ ആരെയും കരമടിച്ച് സ്വീകരിക്കേണ്ടത് നമ്മുടെ കർത്താവിനെയാണ്. കർത്താവിൻ്റെ സാന്നിധ്യം വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ വിടുതൽ നിശ്ചയമാണ്. എത്ര പേരത് യഥാർത്ഥമായി വിശ്വസിക്കുന്നു? ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് സംസാരിപ്പാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവം എനിക്ക് തന്ന ഒരു സന്ദേശം നമ്മൾ ഒന്നിച്ച് ഷെയർ ചെയ്യാൻ പോവുകയാണ്. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവ സന്നിധിയിലായിരിക്കാം. 2 തെസ്സലോനി ലേഖനം 2-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് രാത്രി ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിക്കാം. ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയും അവൻ്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്, കർത്താവിൻ്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതിയെന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോകുകയും അരുത്. ആരും ഏതു വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച് ദൈവം എന്നോ പൂജാ വിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞു എന്ന് ഓർക്കുന്നില്ലയോ? അവൻ സമയത്തിന് മുമ്പേ
വെളിപ്പെടാതിരിക്കേണ്ടതിന് ഇപ്പോൾ തടുക്കുന്നത് എന്ത് എന്ന് നിങ്ങൾ അറിയുന്നു. അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോകാൻ മാത്രം വേണം. നമ്മുടെ കണ്ണുകളടച്ച് നല്ല പ്രത്യാശയുള്ള ഹൃദയത്തോടെ ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തികളെ തൊട്ട് കുടുംബങ്ങളെ തൊട്ട് നമ്മോട് സംസാരിക്കേണ്ടതിന് നമുക്ക് ഒരുമിച്ചൊരു നിമിഷം ദൈവത്തോടെ പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ അകത്തെ മനുഷ്യൻ ഇന്ന് രാത്രിയിൽ ചിറക് ധരിച്ച് പറക്കുന്ന ഒരനുഭവത്തോടെ ആത്മാവിൽ ബലപ്പെടേണ്ടതിനായി നമുക്കൊരുമിച്ച് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രത്യാശ ഈ രാത്രി ആരാധനയിൽ വെളിപ്പെട്ട് വരട്ടെ. നല്ല കർത്താവേ, ശ്രേഷ്ഠന്മാരായ അഭിഷക്തന്മാരുടെ നടുവിൽ ഏഴ് ദൈവത്തിൻ്റെ വചനവുമായി നിൽക്കുന്നു. ഇന്ന് രാത്രി ഞങ്ങൾ ഒന്നിച്ച് ഒരുക്കപ്പെടുവാൻ, അങ്ങയുടെ കാഹളത്തിന് വേണ്ടി ഒരുങ്ങുന്ന ദിനങ്ങളായിരിക്കാൻ ദൈവം ഞങ്ങളെ സഹായിക്കണം. ദൈവവചനവാതിൽ ഞങ്ങൾക്കായി തുറക്കണം. സകല എതിരുകളെ, സകല പോരുകളെ, എല്ലാ ദുരാത്മ മണ്ഡലങ്ങളെ, എല്ലാ അന്യാരാധന ശക്തികളെ, ഇരുട്ടിൻ്റെ വ്യാപാരങ്ങളെ നിന്റെ അഭിഷക്തഗണം ഒരുമിച്ച് ഈ രാത്രി യേശുവിൻ്റെ നാമത്തിൽ അമർച്ച ചെയ്യുകയാണ്. ദൈവാത്മ മണ്ഡലങ്ങൾ ഞങ്ങൾക്കായി തുറക്കപ്പെടട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി കർത്താവിനെ സ്തുതിക്കുമല്ലോ. വളരെ ശ്രദ്ധേയമായ ഒരു വേദഭാഗമാണ് നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിച്ചത്. ഇന്ന് രാത്രി ഈ വാക്യം വായിച്ചിട്ട് അമേരിക്കയിലെ നാസയെക്കുറിച്ചോ ഇന്ത്യയിലെ ISROയെക്കുറിച്ചോ റഷ്യയിലെ ബഹിരാകാശ വിക്ഷേപണ കേന്ദ്രത്തെക്കുറിച്ചോ സൂര്യചന്ദ്രന്മാരെക്കുറിച്ചോ ഒന്നും പറയാൻ എനിക്കറിയത്തില്ല. അതിനുള്ള വിദ്യാഭ്യാസവും എനിക്കില്ല. സ്തോത്രം. അതുകൊണ്ട് അതെന്തെങ്കിലും പ്രതീക്ഷിച്ച് ആരും ഇരിക്കില്ല. എങ്കിലും കർത്താവ് വരുമ്പോൾ ആരാ എടുക്കപ്പെടുന്നതെന്നറിയണം. അതിന് നാസയെക്കുറിച്ച് അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ISROയെക്കുറിച്ച് അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. നീ പോകുമോ എന്നറിഞ്ഞാൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. സ്തോത്രം. ഇന്ന് രാത്രി കാഹളം ധ്വനിച്ചാൽ ഞാൻ പോകും എന്നുറപ്പുള്ളവരെല്ലാം കൈ ഉയർത്തി. പ്രസംഗം തീരുമ്പോൾ ഞാൻ വീണ്ടും കൈ പൊക്കുമ്പോൾ ഈ കൈയെല്ലാം പൊങ്ങിയിരിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ കാലത്തെ നമ്മൾ വിവേചിച്ചാൽ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ സമാപനത്തിങ്കൽ തകരാൻ പോകുന്ന ദേവാലയത്തെയും നശിക്കാൻ പോകുന്ന യെരൂശലേമിനെയും കണ്ടിട്ട് യേശു പരസ്യവേദിയിൽ 10,000ങ്ങളുടെ നടുവിൽ ഉറക്കം നിലവിളിച്ചു. ഇത് ലാസറിന്റെ കല്ലറയ്ക്കലെ നിലവിളിയല്ല, നയിനിലെ കൊച്ചൻ്റെ മഞ്ചം കണ്ടിട്ടുള്ള കരച്ചിലല്ല, 10 കുഷ്ഠരോഗികളുടെ ദയനീയമായ അവസ്ഥ കണ്ടുള്ള കരച്ചിലല്ല. നാളെയുടെ നീളകളിൽ സംഭവിക്കാൻ പോകുന്ന യെരൂശലേമിന്റെ നാശം കണ്ടിട്ട് യേശു കരഞ്ഞു. താൻ പരസ്യമായി പറഞ്ഞു, ഇത് കല്ലിന്മേ കല്ല് ശേഷിക്കാതെ വരുന്ന കാലം. ചോദ്യം ചോദിക്കാൻ ശിഷ്യന്മാർ ഭയപ്പെട്ടു. വൈകിട്ട് തനിച്ചിരിക്കുമ്പോൾ അവരടുക്ക ചെന്ന് ചോദിച്ചു, കർത്താവേ, അതെപ്പോൾ സംഭവിക്കും? അങ്ങ് പറഞ്ഞ ഈ ദേവാലയത്തിൻ്റെ ശൂന്യത, യെരൂശലേമിന്റെ നാശം അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവ് എപ്പോഴാണ്? ലോകം എപ്പോഴാണ് അവസാനിക്കുന്നത്? യേശു ഒരു കാര്യം പറഞ്ഞു, ശിഷ്യന്മാർ 3 ചോദ്യം ചോദിച്ചു. യേശു യെരൂശലേമിന്റെ നാശവും ദേവാലയത്തിന്റെ തകർച്ചയും പറഞ്ഞപ്പോൾ ഇവര് 3 ചോദ്യങ്ങൾ ചോദിച്ചു. കർത്താവേ, അതെപ്പോൾ സംഭവിക്കും? അങ്ങ് എപ്പോഴാണ് മടങ്ങി വരുന്നത്? ലോകം എപ്പോഴാണ് അവസാനിക്കുന്നത്? 3 ചോദ്യങ്ങളുടെ ചോദ്യമാണ് കർത്താവ് ഉത്തരമായി പറഞ്ഞത്. അതൊന്നും വിവരിക്കാൻ നമ്മുടെ മുമ്പിൽ സമയമില്ല.
നമ്മൾ എത്തപ്പെട്ടിരിക്കുന്ന കാലം കർത്താവ് വിവരിച്ചു വന്നപ്പോൾ രണ്ട് ചരിത്രം പറഞ്ഞു. ഒന്ന്, നോഗയുടെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ മനുഷ്യപുത്രന്റെ കാലത്തും സംഭവിക്കും. ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ മനുഷ്യപുത്രന്റെ കാലത്തും സംഭവിക്കും. ഇത് കാണുമ്പോൾ നിങ്ങൾ ഓർത്തോണം. ഏത് കാണുമ്പോൾ? നോഗയുടെ കാലം പോലെയും ലോത്തിന്റെ കാലം പോലെയുമുള്ള കാലം നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ നിങ്ങൾ ഓർത്തോണം, അവൻ അടുക്കൽ വാതുക്കലായിട്ടുണ്ട്. എന്താ നോഗയുടെ കാലം? അതൊന്നും വിവരിക്കാൻ നമ്മുടെ മുമ്പിൽ സമയമില്ലെങ്കിലും ഒന്ന് ഓടിച്ചു വിടാം. 36:5 ഒന്ന് വായിക്കൂ. 36:5. പ്രൈസ് ദി ലോർഡ്. വേഗത്തിൽ വായിച്ചാൽ. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രേ എന്നും യഹോവ. വലിയതെന്നും അവന്റെ ഹൃദയ നിരൂപണങ്ങളൊക്കെയും ദോഷമുള്ളതെന്നും ദൈവം കണ്ടു. വെള്ളം വേണ്ട. നിങ്ങൾ പ്രാർത്ഥനയോടെ ഇരിക്കണം. കൂടെ പഠിക്കുന്ന ഒരു 20 വയസ്സുള്ള പയ്യനെ അതേ കൂടെ പഠിക്കുന്ന 5 ചെറുപ്പക്കാർ കൂടി കോമ്പസ് കൊണ്ട് ദേഹം മുഴുവൻ വരച്ച് മണ്ടയ്ക്കൂടെ ലോഷൻ ഒഴിച്ച് അതിന് മണ്ടയ്ക്ക് ഫെവിക്കോൾ ഒട്ടിച്ച് ജിമ്മിൽ ഉപയോഗിക്കുന്ന ഹെവി വെയിറ്റുള്ള വസ്തുക്കൾ നാവിക്ക് വെച്ച് അത് ഫെവിക്കോളുമായി ചേർത്ത് ഒട്ടിച്ച് നിലവിളിച്ചിട്ട് യാതൊരു മനസാക്ഷിയില്ലാതെ കല്ലും കൈയും കാലും കെട്ടിയിട്ട് പീഡിപ്പിക്കുന്ന, മൃഗങ്ങൾ പോലും ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ഒരു തലമുറ ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ലഹരി കുടിക്കാൻ പൈസ കൊടുത്തില്ല എന്ന ഒറ്റ കാരണത്താൽ ഓമനച്ചു വളർത്തിയ അമ്മയെ അരിഞ്ഞു കൊന്നിട്ട് ചോദിക്കാൻ വന്ന വെല്ലിപ്പനെ അതേ വാളുകൊണ്ട് കൊന്ന് ഒരു മനസാക്ഷി കുത്തുമില്ലാതെ പോലീസിന്റെ മുമ്പിൽ രണ്ടാമതാ ചെയ്ത കാര്യം ആവർത്തിച്ചു കാണിക്കുന്ന ഒരു മകൻ. ബെന്തിക്കോസുകാരന്റെ മകൻ അപ്പനെ 17 വെട്ടി തിരുവനന്തപുരത്ത് വെള്ളറടയിൽ കൊല്ലുന്നു. 17 റോട്ടിൽ വാഹനങ്ങൾ തടഞ്ഞു നിർത്തി വാഹനത്തെ കല്ലെടുത്തെറിഞ്ഞ് വഴി തടയുന്നു. ലഹരി. 7ാം ക്ലാസ്സിലെ കുട്ടി കുഞ്ഞിന് ജന്മം കൊടുക്കുന്നു. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്ന് ദൈവം കണ്ടു. മനുഷ്യപുത്രന്റെ വരവിങ്കൽ നോഗയുടെ കാലം പോലെ വരും. 6ാം അധ്യായം തുടങ്ങുന്നത് മനുഷ്യൻ ബോധിച്ചതുപോലെ ജീവിച്ചു. ബോധിച്ചവരെയൊക്കെ ഭാര്യമാരായിട്ടെടുത്തു. പക്ഷെ ആ തലമുറയിലും ദൈവം വെറുതെ ചാടിക്കേറി ന്യായവിധി നടത്തുന്നവനല്ല. ഏത് തലമുറയിലും ദുഷ്ടത പെരുകിയാലും മാനസാന്തരത്തിനൊരു അവസരം തരും. ഇന്ന് രാത്രിയിലും ചിലർക്കെങ്കിലും മാനസാന്തരത്തിന് ദൈവം അവസരം തന്നുകൊണ്ടിരിക്കുകയാ. വിശ്വസിക്കുന്നവർ മാത്രം കരമുയർത്തി ദൈവത്തെ സ്തുതിക്കട്ടെ. സ്വർഗത്തിന്റെ സുന്നകദോസിൽ പാപം ചെയ്ത് തോന്നിയ പോലെ ജീവിച്ച് ബോധിച്ചതുപോലെ ജീവിച്ച് ദുഷ്ടത പെരുകിയ ഭൂമിയെ നശിപ്പിക്കാൻ ദൈവം തീരുമാനിച്ചെങ്കിലും ഇതിനിടയ്ക്ക് എവിടെങ്കിലും ഒരാളെങ്കിലും കൃപ ലഭിച്ചവനുണ്ടോ എന്നറിയാൻ ആ തലമുറയിൽ ദൈവത്തിന്റെ കണ്ണ്, യഹോവയുടെ കണ്ണ് ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചു. ഇന്ന് രാത്രിയിലും പഴമ്പള്ളിയിൽ ഈ ശബ്ദപരിധിയിൽ ആ കണ്ണുകൾ സഞ്ചരിക്കുന്നുണ്ട്.
എന്റെ പ്രസംഗം കേൾക്കാനല്ല, ഒരുത്തനെങ്കിലും ഇന്ന് രാത്രി കൃപ ലഭിച്ചവനുണ്ടോ എന്ന് കാണാൻ വിശ്വസിക്കുന്നവരെ കരമൊന്ന് ചേർത്തടിച്ച് ഈ രാത്രി ദൈവത്തെ സ്തുതിക്കണമേ. ഹല്ലേലൂയ. ദൈവം നോക്കിയപ്പോൾ ദുഷ്ടത പെരുകിയ തലമുറയുടെ നടുവിൽ ഒരു മനുഷ്യനെ കണ്ടു. ഒരു മനുഷ്യനെ കണ്ടു. ആ മനുഷ്യന്റെ പേര് നോഹ. സ്തോത്രം. നോഹയ്ക്ക് ദൈവം വലിയൊരു റെവലേഷൻ കൊടുത്തു, വലിയൊരു വെളിപ്പാട് കൊടുത്തു. കൃപ ലഭിച്ച നോഹേ, ഞാൻ ഈ ഭൂമിയിൽ ഒന്നിച്ചൊന്ന് നടക്കാൻ, ഹാനോക്കിന്റെ ശേഷം കൂടെ നടക്കാൻ ഒരാളുണ്ടോ എന്ന് നോക്കിയിട്ട് നിന്നെ കണ്ടെത്തി. ഞാൻ നിന്റെ കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി യോഗം കഴിഞ്ഞ് പോകുമ്പോൾ യെരുശലേമിൽ നെമ്മോവസിൽ പോയ ശിഷ്യന്മാരുടെ കൂടെ നടന്ന യേശുവിനെ പോലെ നിന്റെ കൂടെ ഭവനത്തിൽ വരാൻ കൊതിക്കുന്ന ഒരാളുണ്ട്. കർത്താവേ, ഇന്ന് രാത്രി എൻ്റെ കൂടെ ആ സാന്നിധ്യം വരുമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിന്നെ ഒറ്റയ്ക്ക് വിടാൻ കഴിയാത്തൊരു ദൈവം ഇവിടെയുണ്ട്. എത്ര പേരത് വിശ്വസിക്കാൻ തയ്യാറുണ്ട്? ഓ, ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. കൂടെ നടക്കുന്ന ദൈവം തൻ്റെ ഹൃദയത്തിൻ്റെ രഹസ്യങ്ങൾ നോഹയ്ക്ക് കൈമാറി. എടാ മോനെ, ഞാൻ ഈ ഭൂമിയെ നശിപ്പിക്കാൻ പോകുകയാണ്. മനുഷ്യന്റെ ദുഷ്ടത എനിക്ക് സഹികെട്ടു. പക്ഷേ നശിക്കാൻ പോകുന്ന ലോകത്തെ കുറിച്ച് ഞാൻ നിനക്ക് തന്ന ഈ റെവലേഷൻ ലോകത്തോട് നീ പ്രസംഗിക്കണം. അവൻ പറഞ്ഞു, ഞാൻ പ്രസംഗിക്കും. പ്രസംഗം കേട്ട് ആരെങ്കിലും മാനസാന്തരപ്പെട്ടാൽ അവനെ ന്യായവിധിയിൽ നശിക്കാതിരിപ്പാൻ നീ ഒരു പെട്ടകം പണിയണം. കൃത്യമായ അളവ്, നീളം, വീതി, ഉയരം 450 അടി നീളം, 45 അടി വീതി, 45 അടി ഉയരം, 75 അടി വീതി, 3 നില, കംപ്ലീറ്റ് അറകൾ, മുഴുവൻ ഗോപുരമരം. ദർശനം കൊടുത്തു. നോഹ പ്രസംഗം ആരംഭിച്ചു. പക്ഷെ തമ്പുരാന്റെ കോപത്തിൽ പ്രസംഗം ആരംഭിക്കും മുമ്പേ ദുഷ്ടതയുള്ള മനുഷ്യന്റെ 969 വർഷം വരെ ആയുസുണ്ട്. ആയുസിനെ ദൈവം വെട്ടി. ഇന്ന് രാത്രിയിലും ദൈവത്തിന്റെ ഹിതമില്ലെങ്കിൽ ആയുസ് വെട്ടുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ പ്രാണൻ ദൈവത്തിന്റെ ഭാണ്ഡത്തിൽ കെട്ടപ്പെട്ടിരിക്കുകയാണെങ്കിൽ ആയുസ് വെട്ടിപ്പോകാതിരിക്കാൻ നീ ദൈവത്തെ ഭയപ്പെടേണ്ട രാത്രിയാ. സന്തോഷമുള്ളവര് മാത്രം ദൈവത്തെ സ്തുതിക്കട്ടെ. നീ കഴിക്കുന്ന മരുന്നിന്റെ ഗുണമല്ല ജീവിച്ചിരിക്കുന്നത്, നിന്റെ ആയുസ് ദൈവത്തിന്റെ ഭാണ്ഡത്തിൽ കെട്ടപ്പെട്ടിരിക്കുക. 969 നേരെ വെട്ടി 120 ആക്കി. നോഹ ഭാര്യയോട് ഈ കാര്യം പറഞ്ഞു. കൃപയുള്ളവന്റെ വാക്ക് ഭാര്യ വിശ്വസിച്ചു. ഹല്ലേലൂയ പറയണം. സ്തോത്രം. ഭാര്യയും ഭർത്താവും വിശ്വസിച്ച ദൈവത്തെ 3 പിള്ളേർ വിശ്വസിച്ചു. അല്ലാതെ അച്ഛൻ ഷാരോലും അമ്മാമ്മ ചർച്ചകളിലും പിള്ളേർ ന്യൂ ഇന്ത്യയിലും പോയില്ല, മരുമക്കൾ ഇംഗ്ലീഷിലും പോയില്ല. നിങ്ങൾ ഹല്ലേലൂയ പറഞ്ഞു. കൃപ ലഭിച്ചോന്റെ ഭാര്യയും 3 പിള്ളേരും ബോധിച്ചവരെ ഭാര്യമാരായിട്ടെടുക്കുന്ന ലോകത്തിൽ അപ്പൻ ആലോചിച്ച 3 പിള്ളേരെ കെട്ടി. നാടോടുമ്പോ നടുവേ ഓടുന്നതല്ല കൃപ. നല്ല സ്വോത്രം പറഞ്ഞുകൊണ്ടിരിക്കണം ഈ രാത്രിയിൽ. ഹല്ലേലൂയ. കൃപ ലഭിച്ചവന്റെ പിള്ളേർക്ക് കൃപ ലഭിച്ചവൻ ആലോചിച്ച കൃപയുള്ള 3 പെൺപിള്ളേരെ കിട്ടി. കൂട്ടായ്മയ്ക്ക് ഒത്തിരി ആളൊന്നുമില്ല. അപ്പൻ, അമ്മ, 3 മക്കൾ, 3 മരുമക്കൾ. അവർ 8 പേരങ്ങോട്ട് ആരാധിക്കാൻ തുടങ്ങി. ഒരു ഭാഗത്ത് ആരാധന, മറുഭാഗത്ത് അപ്പന്റെ പ്രസംഗം, അപ്പൊ തന്നെ പണിയും നടന്നുകൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുമ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. പണി തീർന്നാൽ കാഹളം ധ്വനിക്കും. നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന പെട്ടകത്തിന്റെ പണി തീർന്നുകൊണ്ടിരിക്കുക. വിശ്വസിക്കുന്നവര് മാത്രം ഈ രാത്രി കരമൊന്ന് ചേർത്തടിച്ച് ദൈവത്തെ ആരാധിക്കണമേ. പണി നടന്നുകൊണ്ടിരിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഒരു 10 വർഷം പ്രസംഗിച്ച് മഴ പെയ്യുക. സകല മനുഷ്യരും താഴോട്ട് നോക്കേണ്ട, കാരണം താഴോട്ട് നോക്കേണ്ട കാര്യമേ ഉള്ളൂ. ഭൂമിയിൽ നിന്ന് മഞ്ഞ് പൊങ്ങി ഭൂമി നനച്ച് ആഹാരം ഉണ്ട്. അപ്പം പിന്നെ മേളിലോട്ട് നോക്കേണ്ട കാര്യമില്ല. പാക്ക് വീഴുന്നോ, തേങ്ങ വീഴുന്നോ, ഒട്ടുപാല് വീഴുന്നോ, മൺപാലാണോ, ഏലക്കാ വീഴുന്നോ, നമുക്ക് താഴോട്ട് നോക്കി എന്ത് ചെയ്താൽ മതി?
മിണ്ടുന്നില്ല. സകല മനുഷ്യരും താഴോട്ട് നോക്കി നടന്നപ്പോൾ ഒരു മനുഷ്യൻ മാത്രം മേളോട്ട് നോക്കി നടക്കുക. നാട്ടുകാർ ചോദിച്ചു എന്തോ പറ്റിയിടൂ. നേരം പറഞ്ഞു മഴ പെയ്യും. മഴയോ അതെന്തോ സാധനമാണ്. സ്തോത്രം. ദുഷ്ടതയുള്ള തലമുറ നടുക്ക് ഒരാൾ മേളോട്ട് നോക്കി നടക്കുക. ഒരു 10 വർഷം മഴ പെയ്യുമെന്ന് പ്രസംഗിച്ചു, മഴ പെയ്തില്ല. ഉടനെ ഞാൻ പാരൂർ നമ്മളിങ്ങനെ പ്രസംഗിച്ച് നടന്നാലും ഞാൻ കേട്ട വെളിപ്പാട് ശരിയാണോ എന്നറിയാൻ നമ്മുടെ ബോസം കുരുവിള പാസെ ഒന്ന് വിളിച്ച് വീട്ടിൽ പേഴ്സണലായിട്ടൊരു യോഗം വെച്ച് നമുക്കൊന്ന് പ്രാർത്ഥിച്ച് നോക്കാം. കേട്ട ദർശനം ഹലോ അദ്ദേഹം ദൂത് പറഞ്ഞു. പക്ഷെ 20 വർഷമായപ്പോൾ എനിക്ക് പിന്നെ അങ്ങ് സംശയമായി. ഉടനെ ഞാൻ പറഞ്ഞു നമുക്ക് വാര്യപുരം ജോനാച്ചാന ബോസം കുരുവിളെ പാസെ കുറച്ചുകൂടെ ദൂത് പറയുന്ന ആൾ നമുക്ക് പുള്ളിയെ വിളിച്ചെന്ത് ചെയ്യാം. നിങ്ങൾ മിണ്ടുന്നില്ല. അങ്ങനെ നോഗ ഒരിടത്തും പ്രാർത്ഥിച്ചില്ല, സ്തോത്രം പറഞ്ഞില്ല. കേട്ട ദൂതിനെ കുറിച്ച് മഴ പെയ്യുന്നത് വരെ സംശയമില്ലായിരുന്നു. ദൈവം നിന്നോട് പറഞ്ഞത് നീ സംശയിക്കരുത്. അതിന് നീ ഇടയ്ക്കിടയ്ക്ക് ആലോചന ചോദിക്കാൻ എങ്ങും പോ. സന്തോഷമുള്ളവരെ ആരാധിക്കണം. ഇന്ന് രാത്രി ഒരിക്കൽ ദൈവത്തിന്റെ ശബ്ദം നിന്റെ കാതി കേട്ടെങ്കിൽ ആഴ്ച തോറുമോ മാസം തോറുമോ നീ ആ ദൂത് സംശയിക്കല്ലത്. പറഞ്ഞത് ദൈവമാണ്. ഈ രാത്രി ഒന്ന് വിശ്വസിക്കാമോ? എന്നോട് ദൈവം പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നുറപ്പുള്ളവർ ഇവിടെ ഉണ്ടെങ്കിൽ അവരെ കരമൊന്നടിച്ച് ഈ രാത്രി ദൈവത്തെ സ്തുതിച്ച് സ്വർഗമാണ് പറഞ്ഞതെങ്കിൽ ഫലം ന്യായവിധി പെയ്തിറങ്ങി. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായി. അത് നമ്മിൽ തുടങ്ങിയാൽ ഇത്രയും നാൾ പ്രസംഗം കേട്ടിട്ടും രക്ഷിക്കപ്പെടാത്തവന്റെ ഗതി എന്താകും? വിശ്വസിക്കുന്നവർ സ്തുതിച്ചുകൊണ്ടിരിക്കണം. ദൈവത്തിന്റെ ന്യായവിധി പെയ്തിറങ്ങി. ദൂതിനെയും വെളിപ്പാടിനെയും ദർശനത്തെയും പെട്ടകം പണിയെയും അപമാനിച്ചവനെല്ലാം താഴോട്ട് മുങ്ങി. എല്ലാവരും താഴോട്ട് മുങ്ങിയപ്പോ ഒരുത്തൻ മാത്രം മേളോട്ട് പൊങ്ങി. സ്തോത്രം പറയണം. ഉലകത്തിലെ സകല ജീവജാലങ്ങൾ താഴോട്ടടിഞ്ഞപ്പോൾ ദർശനം പ്രാപിച്ച ദൈവശബ്ദം കേട്ട അരുളപ്പാട് കിട്ടിയ ഒരുത്തനും കുടുംബം മേളോട്ട് പോയി. പ്രൈസ് ദി ലോർഡ്. നമ്മുടെയും വീണ്ടെടുപ്പിന്റെ നാൾ അടുത്തോണ്ടല്ലേ പറഞ്ഞേ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമായ അരാരാത്തി കൊണ്ടുപോയി ന്യായപതിയുടെ പ്രളയത്തിൽ എല്ലാം മുങ്ങിത്താണപ്പോൾ ഒരുത്തന്റെ പെട്ടകത്തെ ഉയർത്തിയെങ്കിൽ ഇന്ന് രാത്രിയിലും നമുക്ക് ഉയരാൻ സമയമായി, നമുക്ക് പറക്കാൻ സമയമായെന്ന് ആത്മാവിൽ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ രാത്രി കരുത്തോടൊരു നിമിഷം ഓ റബ ശബ്ദരാധരാജന ഹല്ലേലൂയ. ഞാൻ വിവരിക്കുന്നില്ല ആരാണ് കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടുന്നതെന്ന്. ഒരു 31 കൂട്ടം കാര്യം പറഞ്ഞാൽ കൊള്ളാമെന്ന് എനിക്കുണ്ട്. അതെല്ലാം കുറിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിലും ഒരു 10 കാര്യമേലും പറഞ്ഞിട്ട് പ്രാർത്ഥിക്കണമെന്ന് എൻ്റെ ആഗ്രഹം. ഞാൻ പ്രസംഗിച്ച് തീർത്തില്ലെങ്കിൽ നിങ്ങൾ നിത്യതയെ പോകണം. ഞാൻ കേട്ടൊരു കഥയെ തെറ്റാണ്, ക്ഷമിച്ചേക്കണം. നമ്മുടെ ഈ കുമ്പനാട് ഹെബ്രോൻപുരത്ത് ആ മാവ് നിൽക്കുന്ന ഭാഗത്ത് എങ്ങാണ്ട് ഒരു കിണറുണ്ടായിരുന്നു. ആ കിണറിന് സൈഡ് കെട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ എല്ലാ വർഷവും അപ്പച്ചൻ്റെ കാലത്ത് കൺവെൻഷൻ അന്ന് തുടങ്ങിയ 101ാമത്തെ 102ാമത്തെ കൺവെൻഷനും മറ്റുമായി 101. അപ്പോൾ ഒരു ജോസഫ് സഹോദരനുണ്ടായിരുന്നു, പാവം, നല്ല ദൈവകൃപയുള്ള ആൾ. അദ്ദേഹം ഈ കൊതുമ്പും ചൂട്ടും കൂടെ ഒന്നിച്ച് കെട്ടി അതിൻ്റെ തീ കത്തിച്ച് ഈ വരുന്നവരെല്ലാം ഈ കിണറ്റി വീഴാതിരിക്കാൻ ഇങ്ങനെ ചൂട്ട് കാണിച്ച് കാണിച്ച് കൺവെൻഷന് വിടും. യോഗത്തിന് കയറുമ്പോഴും യോഗം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴും 7 ദിവസമല്ലേ, പകലും രാത്രി ഇങ്ങനെ അവിടെ ഇരുന്നിരുന്ന് പാപം ഉറക്കി പിടിച്ചു. ഉറങ്ങി പുള്ളി കിണറ്റി പോയെന്നാ കഥ, എനിക്കറിയത്തില്ല, തെറ്റാണേ ക്ഷമിച്ചേക്കാം. നാട്ടുകാരെ എല്ലാം കൂടെ കിണറ്റി വീഴാതെ യോഗത്തിന് വിട്ടിട്ട് പ്രസംഗിക്കുന്ന ഞാൻ കിണറ്റി പോയാ സ്തോത്രം പറഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഒരവസരം കൂടെ ദൈവം തരികയാണ്. ഇന്ന് രാത്രി 9:30 കഴിഞ്ഞുള്ള കാര്യം നമുക്ക് ആർക്കും അറിയത്തില്ല.
എന്ത് സംഭവിക്കുമെന്നറിയത്തില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, യേശു വരും. ഏതു സമയത്ത് സംഭവിക്കാം. കൃത്യമായിട്ട് സഭ എടുക്കപ്പെടും. സഭ മാത്രമേ എടുക്കപ്പെടത്തുള്ളൂ. സഭയാന്ന് വിചാരിച്ച് നടക്കുന്ന ആരും എടുക്കപ്പെടത്തില്ല. ഭക്തിയുടെ വേഷം കെട്ടി ആരും എടുക്കപ്പെടത്തില്ല. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുത്ത വിശുദ്ധയായ, നിർമ്മലയായ, കറയില്ലാത്ത, കളങ്കമില്ലാത്ത, വാട്ടമില്ലാത്ത, മാലിന്യമില്ലാത്ത ദൈവത്തിന്റെ കാന്തയായ സഭ ഈ ഭൂമിയിൽ എടുക്കപ്പെടും. ആ കൂടെ ഞാനും ഉണ്ടെന്ന് ഉറപ്പുള്ളവര് ഈ രാത്രി ദൈവത്തെ സ്തുതിക്കണമേ. വായിച്ച വാക്യം അഭിഷക്തൻ ഒരിക്കലൂടെ ഒന്ന് വായിച്ചിട്ട് ഞാൻ വേദഭാഗത്തേക്ക് വേഗം മടങ്ങി വരാം. ഇനി സഹോദരന്മാരെ, ഇനി സഹോദരങ്ങളെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും അവന്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും, അവന്റെ അടുക്കലുള്ള നമ്മളുടെ സമാഗമനവും ആഗമനവും, ഒരു ഹല്ലേലൂയ പറയാം. യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും നമ്മുടെ സമാഗമനവും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രത്യാശയുള്ള എത്ര ദൈവമക്കൾ ഇവിടെ ഉണ്ട്. ഞാൻ 84 രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഇതായ ബിസിനസ്സും കാര്യമൊക്കെ ആയിട്ട് കുറച്ചാൾ മുൻപോട്ട് പോയി. അപ്പോൾ പെട്ടെന്ന് അപ്പൻഡിക്സ് എന്ന രോഗം എനിക്ക് പിടിച്ചു. വയറ്റി വെച്ച് തന്നെ അപ്പൻഡിക്സ് പഴുത്ത് പൊട്ടി. ഓപ്പറേഷൻ വളരെ വൈകി. ആദ്യം ഒരു ഭാഗം ഓപ്പറേറ്റ് ചെയ്തപ്പോൾ വയറ് മുഴുവൻ ഈ പഴുപ്പും അതിൻ്റെ അശുദ്ധി എല്ലാം കൂടെ വ്യാപിച്ചു. 24 സ്റ്റിച്ചുകളിലൊരു മേജർ ഓപ്പറേഷൻ ചെയ്തു. ആ ഓപ്പറേഷൻ സക്സസ് ആയില്ല. ഓപ്പറേഷൻ എല്ലാം പഴുത്ത് പൊട്ടി. കുത്തിക്കെട്ടാൻ കഴിയാത്തതുപോലെ ആ ഭാഗമെല്ലാം പഴുത്ത് വ്രണമായപ്പോൾ വലിയ നമ്മുടെ കയ്യ ഞരമ്പിന് വേണ്ടി ഉപയോഗിക്കുന്ന ട്യൂബുകളിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന പോലൊക്കെ ചെയ്തു. 22 ദിവസം ഞാൻ കോമയിൽ കിടന്നു. 22ാമത്തെ ദിവസം യേശു എൻ്റെ റൂമിൽ ഇറങ്ങി എന്നെ സൗഖ്യമാക്കിയാണ്. അങ്ങനെയാണ് ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങിയത്. ഒരു ഹല്ലേലൂയ പറയണം. ഈ സമയത്ത് വളരെ സാധുവായ ഒരു ദൈവദാസൻ എല്ലാ ദിവസവും മേനന്തോട്ട ഹോസ്പിറ്റലിൽ ഞാൻ കിടക്കുന്ന റൂമിൽ വരും. വളരെ സാധുവായ ഭക്തനായൊരു മനുഷ്യൻ. അപ്പം അദ്ദേഹം വരുമ്പോഴേ പറയും, മോനെ ഇന്നലെ യേശു വന്നില്ല, അതുകൊണ്ട് ഞാൻ ഇന്നും വന്നതാണ്. സ്തോത്രം. അത് ഞാൻ ഒരു ദിവസമേ പറയത്തുള്ളൂ എന്ന് വിചാരിച്ചാലും പിറ്റേ ദിവസം പുള്ളി വരും. വരുമ്പോൾ എന്നോട് പറയും, മോനെ ഇന്നലെയുടെ യേശു വന്നില്ല, അതുകൊണ്ട് ഞാൻ വന്നതാന്ന് പറഞ്ഞു. സ്തോത്രം. പുള്ളി ആരെടുക്ക ചെന്നാലും പറയുന്നൊരു കാര്യം, ഇന്നലെ യേശു വന്നില്ല, അതുകൊണ്ട് ഞാൻ വന്നതാ, നിനക്കൊരു ട്രാക്റ്റ് തരാം, നീ രക്ഷിക്കപ്പെടണം കേട്ടോ, നീ കർത്താവിൻ്റെ പൈതലാകണം കേട്ടോ, നീ ചത്തുപോകേണ്ടതായിരുന്നു, നിന്റെ മരണക്കിടക്കയിൽ ഞാൻ വന്ന് പ്രാർത്ഥിച്ചു, നീ അറിഞ്ഞില്ല, നീ ബോധമില്ലാതെ കിടക്കല്ലേ, കോമായി കിടക്കല്ലേ. എന്നോരോ ഞാൻ പറഞ്ഞു, കർത്താവേ ഒരവസരം കൊടുക്കണം, ദൈവം നിന്നെ വിടുവിച്ചതാ, നീ കർത്താവിൻ്റെ സാക്ഷിയാണ് കേട്ടോ. ആ മനുഷ്യനെ പിന്നെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഞാൻ ആശുപത്രിയിൽ നിന്ന് പോകുന്ന പിന്നെ ആ മനുഷ്യനെ കണ്ടിട്ടില്ല. പക്ഷെ ഇന്നും എൻ്റെ കാതുകളിൽ ആ വാക്കുണ്ട്, ഇന്നലെ വന്നില്ല കേട്ടോ. ഞാനും നിങ്ങളിവിടെ ഇരിക്കുന്നത് ഇന്നലെ വരാഞ്ഞത് കൊണ്ടാ. ഓ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും അവന്റെ അടുക്കലുള്ള നമ്മളുടെ ആഗമനവും സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്, ഇന്ന് രാത്രി പ്രസംഗിക്കാൻ വന്നതല്ല, ഞാൻ അപേക്ഷിക്കാൻ വന്നത്. നിങ്ങൾ ഈ അപേക്ഷ സ്വീകരിക്കണം. പ്രൈസ് ദി ലോർഡ്. എന്റെ മനസ്സിലുള്ള കുറെ തിയോളജി എല്ലാം കൂടെ നിങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിക്കാൻ വന്നതല്ല, എന്റെ അറിവിന്റെ പാണ്ടക്കെട്ടഴിക്കാൻ വന്നതല്ല, എനിക്ക് നാസയെ കുറിച്ചോ ISROയെ കുറിച്ചൊക്കെ അറിയാമെന്ന് പറയാൻ വന്നതല്ല. ഇതൊന്നും പാവപ്പെട്ട് നിങ്ങൾ അറിഞ്ഞില്ലേലും കുഴപ്പമില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി കർത്താവിന്റെ അടുക്കൽ ഞാൻ ചെല്ലും എന്നുറപ്പുള്ളവരെ ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. നമുക്ക് വേഗത്തിൽ ചില വാക്യങ്ങൾ വായിക്കണം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം ആരും ചാകുമ്പം മാത്രം വായിക്കുന്ന അധ്യായമായിട്ട് മാറി. ചാകുമ്പം വായിക്കേണ്ട അല്ല, നമ്മൾ അങ്ങനെ ആക്കിയെടുത്തതാ. അതിന്റെ 23-ാമത്തെ വാക്യം, ഓരോരുത്തരും താന്താന്റെ നിരയിലെത്രേ, ആദ്യ ബലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളത്. ആരാണ് എടുക്കപ്പെടുന്നത്?
ഒന്നാമത്തെ ഉത്തരം ക്രിസ്തുവിനുള്ളവർ. സ്വോത്രം മൊത്തം പോയി. ബന്ധിക്കോസിലുള്ളവരെന്നല്ല ഞാൻ പറഞ്ഞ്. കുക്ക് സാഹിബിന്റെ ചർച്ചോക്കോടിലോ, തോമസ് അപ്പച്ചന്റെ ഷാരോനിലോ, ഉണ്ണുണ്ണി അപ്പച്ചന്റെ IPCയിലുള്ളവർ പോകുമെന്ന് പറയാനല്ല ഞാൻ വന്നേ. ആദ്യ ഫലം പറയെല്ലാരും. പിന്നെ ഇവിടുന്ന് ആരെല്ലാം മസില് പിടിച്ചാലും ക്രിസ്തുവിനുള്ളവർ മാത്രമേ എടുക്കപ്പെടത്തുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് രാത്രി നീ അറിയേണ്ടത്, ഞാൻ ക്രിസ്തുവിനുള്ളവളാണോ, ഞാൻ ക്രിസ്തുവിനുള്ളവനാണോ എന്നുറപ്പുള്ളവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ യോഗത്തിന്റെ മൈതാനം വിട്ടിറങ്ങുന്നതിന് മുമ്പേ നീ ഉറപ്പ് പ്രാപിക്കണം, ഞാൻ ആർക്കും വേണ്ടാത്തവനെങ്കിലും ക്രിസ്തുവിനുള്ളവനാണ്. ഓ, ഞാൻ വിവരിക്കാൻ സമയമുണ്ടെങ്കിൽ, ആരാണ് ക്രിസ്തുവിനുള്ളവർ? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും, അതിന് ജാതിയില്ല, മതമില്ല, വർഗമില്ല, വർണ്ണനമില്ല, പണം വിഷയമല്ല, വിദ്യാഭ്യാസം വിഷയമല്ല, പണ്ഡിതനോ പാമരനോ കുബേരനോ കുചേലനോ ആദിവാസിയോ അന്തേവാസിയോ ആരായാലും വിഷയമില്ല. അവനെ കൈക്കൊള്ളണം. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും, ചന്തസരത്ത് നിൽക്കുന്നവനും, വേലിക്കരികി നിൽക്കുന്നവനും, മെനക്കെട്ട് നിൽക്കുന്നവനും, ഓ ഹല്ലേലൂയ, ഏത് മനുഷ്യനായാലും അവനെ കൈക്കൊണ്ട്. ഞാൻ വരുമ്പോ കേട്ടോണ്ട് വന്ന അധ്യക്ഷൻ പറഞ്ഞു, മറ്റൊരുത്തനിൽ രക്ഷയില്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും. പെന്തിക്കോസുകാരനാകാൻ അവകാശം കൊടുത്തെന്നാണോ? അല്ല. മർത്തോമക്കാരനാകുമെന്നാണോ? CSI ആകുമെന്നാണോ? ദൈവമക്കളാകാൻ നീ പറ, ഞാൻ ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതല. എത്ര പേർക്ക് ഉറപ്പുണ്ട്? നിന്റെ പ്രതിയോഗിയായ ദുഷ്ടപിശാച് അത് കേൾക്കട്ടെ. ഞാനൊരു സാധാരണക്കാരനല്ല, ഞാൻ ദൈവത്തിന്റെ പൈതലാണ്, ഞാൻ ദൈവത്തിന്റെ മകനാ മകളാന്ന് ഉറപ്പുള്ളവര് ആ കരം വീശിയടിച്ച് ദൈവത്തെ സ്തുതിച്ച്, എടാ ദുഷ്ടപിശാചേ, നിനക്കെന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, ഞാൻ ദൈവത്തിന്റെ മകനാ. ഹല്ലേലൂയ. എങ്ങനെയാണ് ഒരാൾക്ക് ദൈവത്തിന്റെ മകനാകാൻ കഴിയുന്നത്? എത്ര ലളിതമാണ്, എത്ര സിമ്പിളാണ്. ഏതു സാധാരണക്കാരനും മനസ്സിലാകാവുന്ന അത്ര ലളിതമായിട്ടല്ലേ രക്ഷ ഒരുക്കിയേക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. രക്ഷയുടെ വില ഈ രാത്രി ഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഞാനൊക്കെ പൂജപ്പുര സെൻട്രൽ ജയിലിലോ, അല്ലെ ആരുടെയും പിച്ചാത്തിമുനയ്ക്കോ, അല്ലേ വല്ലവന്റെയും കപ്പയുടെ ചോട്ടിയിടുന്ന എല്ലുപൊടിയായിട്ടൊക്കെ തീരേണ്ടതാ 41 വർഷം പുറകിൽ. ഈ രാത്രി സ്റ്റേജ് നിൽക്കുന്നെങ്കിൽ ഒരു യോഗ്യതയും കൊണ്ടല്ല. 11 മണി നേരത്ത് ഇനി ആരെങ്കിലും ഉണ്ടോ നോക്കാൻ വരുമ്പം വഴി നിന്ന് പറഞ്ഞ്, നീയും പോരടാ, നിനക്കും എന്റെ തോട്ടത്തിൽ വേലയുണ്ട്, യോഗ്യമായി തരാമെന്ന് പറഞ്ഞ് വിളിച്ചത് കൊണ്ട് കൃപയാൽ ഈ പുസ്തകം കൈ കയറിയതാ. സന്തോഷത്തോടെ സ്തോത്രം പറയണം. അർഹതയുടെ അടിസ്ഥാനത്തിലല്ല, കൃപയുടെ അടിസ്ഥാനത്തിലാ. അതുകൊണ്ടാണ് കൃപയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അനർഹമായി നിന്റെ മേൽ ചൊരിഞ്ഞ ആ കൃപയോർത്തൊരു സ്തോത്രം പറഞ്ഞു. ആ രക്ഷിക്കപ്പെട്ട നീ ഈ പെന്തക്കോസ് നാളിൽ വന്ന വലിയ പുരുഷാരം ചോദിച്ചു, സഹോദരന്മാരായ പുരുഷന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞങ്ങൾ എന്തോ ചെയ്യണം? അവർ വിചാരിച്ചു പെന്തക്കോസ് പെരുന്നാള്, കൂടാര പെരുന്നാള്, ആദ്യപലക്കറ്റ പെരുന്നാളിനൊക്കെ പോയാൽ മതി എന്നാ വിചാരിച്ചിരുന്നേ. പെസഹാ പെരുന്നാളിന് പോയാൽ മതി എന്നൊക്കെ വിചാരിച്ച്. പക്ഷെ അവിടെ ചെന്ന് യാതൊരു സന്തോഷമില്ല, കയ്യിലെ പൈസ പോയതേ ഉള്ളൂ. ഇവിടുത്തെ 120 പേരുടെ മുഖത്ത് ഭയങ്കര സന്തോഷം. നിങ്ങളുടെ കൂട്ടല്ല, അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. സ്തോത്രം. 10 ദിവസമായിട്ട് വെള്ളം കുടിച്ചിട്ടില്ല, 10 ദിവസമായിട്ട് ആഹാരം കഴിച്ചിട്ടില്ല, പ്രാർത്ഥന തന്നെ. പക്ഷെ 10ാമത്തെ ദിവസം അവരുടെ മേൽ ചൊരിഞ്ഞ അഭിഷേകത്താൽ
അവര് പ്രാപിച്ച അഭിഷേകത്തിന്റെ അന്യഭാഷയിൽ ആരാധിച്ചപ്പോൾ ഒന്നാമതുണ്ടായ അവരുടെ മുഖത്ത് ഭയങ്കര സന്തോഷമുണ്ടായി. നിന്നെ കൃപയെ കൊണ്ടുവന്ന് നിരാശപ്പെട്ടിരിക്കാനല്ല, കച്ചവടത്തിൽ നഷ്ടം വന്നവനെ പോലെ ഇരിക്കാനല്ല, 7 പെണ്ണ് പെറ്റ വീട് പോലെ ഇരിക്കാനല്ല. ഇന്ന് രാത്രി നിന്റെ മുഖത്ത് സന്തോഷം വേണം. എന്താണെന്നറിയാമോ? നരകം മാറി സ്വർഗം കിട്ടിയേന്. പാപത്തിന്റെ കെട്ടഴിഞ്ഞേന്, ശാപത്തിന്റെ ബന്ധനമഴിഞ്ഞേന്, പൈശാചിക പോരഴിഞ്ഞേന്, നഷ്ടപ്പെട്ട പറുദീസ മടക്കി തന്നേന്, നിനക്ക് വിരോധമായി എഴുതിയ രേഖ കീറിക്കളഞ്ഞേന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വന്നവരുടെ മുഖത്തെ സന്തോഷം കണ്ടപ്പോൾ പുരുഷാരം ചോദിച്ചു, ഞങ്ങൾക്കിത് കിട്ടാൻ എന്തോ ചെയ്യണം? ഉടനെ പത്രോസ് എഴുന്നേറ്റ് നിന്ന് ഒരൊറ്റ കാര്യം പറച്ചില്ല, പ്രസംഗമല്ല. നിങ്ങൾ ഓരോരുത്തൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കണം, മാനസാന്തരപ്പെടണം, സ്നാനപ്പെടണം, ഈ വക്രതയുള്ള കോട്ടമുള്ള തലമുറ വേർപെടണം, വിശുദ്ധന്മാരുമായിട്ട് കൂട്ടായ്മ ആചരിക്കണം, വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം, അപ്പം നുറുക്കി പ്രാർത്ഥന കഴിക്കണം. ചെറിയൊരു പ്രസംഗം, പക്ഷെ പ്രസംഗത്തിൽ പറയേണ്ടതെല്ലാം പറഞ്ഞു. 2 മണിക്കൂർ പ്രസംഗിച്ചിട്ട് യേശു ആരാന്ന് പറയാതെ പോകുന്ന കൺവെൻഷനുണ്ട്. ഇത് ചെറിയ പ്രസംഗം, പക്ഷെ പറയേണ്ടതെല്ലാം പറഞ്ഞു. ഒത്തിരി പ്രസംഗിച്ചില്ലേലും പറയേണ്ടതെല്ലാം പറയണം. പ്രൈസ് ദി ലോർഡ്. അവിടെ വന്നത് 3000 പേരാന്ന് തെറ്റിദ്ധരിക്കല്ലേ. അവിടെ വന്നത് 30,000 പേരായിരിക്കും, എനിക്കറിയത്തില്ല. എങ്കിലും പുരുഷാരം വന്നു. അതിൽ അന്ന് സ്നാനപ്പെട്ടവര് 3000 പേര്. 30,000 പേര് യോഗത്തിന് വന്നാലും പുസ്തകത്തിൽ സ്നാനപ്പെട്ട നമ്പറേ വരത്തുള്ളൂ. സ്തോത്രം പറഞ്ഞില്ല. അങ്ങനെയാണ് സ്നാനപ്പെട്ടവരൊക്കെ പ്രാഗൽഭ്യത്തോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞ് പെന്തക്കോസ് പെരുന്നാളിന് വന്ന മുഴുവൻ പേരും ഇങ്ങോട്ട് വന്നെന്ന്. പക്ഷെ അതിനകത്ത് 3000 പേര് സ്നാനപ്പെട്ട് പിറ്റേ ദിവസത്തെ മുടന്തന്റെ സൗഖ്യം കഴിഞ്ഞപ്പോൾ 5000 പുരുഷന്മാർ തന്നെയായി, സ്ത്രീകളുടെ എണ്ണം എഴുന്നേറ്റില്ല. അപ്പോൾ അത് 25,000 ആയിരിക്കും, എനിക്കറിയത്തില്ല. എന്തായാലും 1-2 ദിവസം കൊണ്ട് സഭ വലുതായി. ഇന്ന് രാത്രിയിൽ യഥാർത്ഥമായ ആത്മാവിന്റെ പരിവർത്തനം ഉണ്ടായാൽ ദേശം വിടുവിക്കപ്പെടും, സഭ അനുഗ്രഹിക്കപ്പെടും, കുടുംബങ്ങൾ വിടുവിക്കപ്പെടും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവർ ചേർന്ന കരമൊന്നടിച്ച് ഒരു നിമിഷം ആത്മാവിൽ പ്രതികരിച്ച് അഭിഷേകം എവിടൊക്കെ ജ്വലിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവകൃപ വെളിപ്പെട്ടിട്ടുണ്ട്. ഇവർക്ക് ഒരു പേരുണ്ടായി, ക്രിസ്ത്യാനി. ആരാണ് എടുക്കപ്പെടുന്നത്? ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവൻ. ഇന്ന് രാത്രി ഞാൻ ക്രിസ്തുവിനുള്ളവനാന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഞാൻ വിവരിക്കുന്നില്ല. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 24-ാമത്തെ വാക്യം. ക്രിസ്തു യേശുവിലുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. ആത്മാവിനാൽ നാം ജീവിക്കുന്നു എങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യും. ആരാണ് ക്രിസ്തുവിനുള്ളവർ? വാക്യം ഒന്നുകൂടെ അഭിഷക്തൻ വായിക്കുന്നു. ക്രിസ്തു യേശുവിലുള്ളവർ, ക്രിസ്തുവിലുള്ളവർ, ക്രിസ്തുവിലുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. ആത്മാവിൽ ഇന്നും പകയുണ്ടോ? ഇന്നും പിണക്കമുണ്ടോ? ഇന്നും കോപമുണ്ടോ? ഇന്നും ശാഠ്യമുണ്ടോ? ഇന്നും നൊന്നപക്ഷമുണ്ടോ? ഇന്നും അസൂയ ഉണ്ടോ? ഇന്നും നിഗളമുണ്ടോ? ഉണ്ടെങ്കിൽ നിന്റെ ജഡം ക്രൂശിക്കപ്പെട്ടിട്ടില്ല. ആരാണ് ക്രിസ്തുവിനുള്ളവർ? ജഡത്തെ ഒന്ന് പറഞ്ഞേ, അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ. കാണണ്ടാത്തോ കാണാൻ നിന്നെ പ്രേരിപ്പിക്കുന്നുണ്ടോ? കണ്ടത് ആസ്വദിക്കാൻ നിന്നെ ഉത്സാഹിപ്പിക്കുന്നുണ്ടോ? വേണ്ടെന്ന് വെച്ചതൊക്കെ തിരിച്ചെടുക്കാൻ തോന്നിക്കുന്നുണ്ടോ? അതൊക്കെ അന്ന് അപ്പച്ചന്മാർ അങ്ങനെ പറഞ്ഞെന്നേ ഉള്ളൂ. ഇന്ന് അങ്ങനൊന്നും അല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഇട്ടേക്കാമെന്നോ തൊട്ടേക്കാമെന്നോ അടിച്ചേക്കാമെന്നോ ഒക്കെ ചിന്ത വരുന്നുണ്ടോ? വിട്ടുപോകുന്നതിനെ ഓർത്തിരുന്നുവെങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇടയുണ്ടായിരുന്നു. അബദ്ധം പറ്റിയെന്ന് ആർക്കെന്നെ തോന്നുന്നുണ്ടോ?
ഈ രാത്രി പ്രാർത്ഥിച്ച് വീട്ടിൽ പോകണം, പിന്നെ തിരിച്ചു വരല്ല. ഇത് അബദ്ധം പറ്റിയവരുടെ മാർഗമല്ല. സ്വോത്രം പറയണം. ഇത് മണ്ടത്തരം പറ്റിയവരുടെ മാർഗമല്ല. മറ്റെന്തിനേക്കാൾ ശ്രേഷ്ഠമായതിനെ കണ്ടെത്തിയവരുടെ മാർഗമാണ്. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിട്ട് ആത്മാവിന്റെ നിയോഗത്തിൽ നടക്കുന്നവനാരോ അവനാണ് ക്രിസ്തുവിനുള്ളവർ. സ്തോത്രം. ഒരു സഭയിൽ 30 വീടുണ്ടെങ്കിൽ 24 വീട്ടിലെ യോഗത്തിന് നീ പോകും, മറ്റേ 6 വീട്ടിലെ യോഗത്തിന് നീ പോത്തില്ല. അവരുടെ വീട്ടിൽ അഥവാ ചെന്നാലും ആഹാരം നീ കഴിക്കത്തില്ല, ഉപവാസമാണെന്ന് കള്ളം പറയും. എന്നിട്ട് വീട്ടിൽ പോയി വെട്ടി വീഴും. നിനക്ക് ട്യൂമറൊക്കെ വന്നില്ലല്ലോ ഉള്ള കുഴപ്പം. ഇരുപത്തഞ്ച് പേർക്ക് ചുമ്മനം കൊടുക്കും, മറ്റേക്കാൾ തലകുലിക്കിട്ട് പോകും. സ്തോത്രം. ജഡത്തെ നിങ്ങളുടെ സ്തോത്രം പോകുമെന്ന് എനിക്കറിയാം. സ്തോത്രം പോയാലും നിത്യതയെ പോകണമല്ലോ. ഞാൻ നിങ്ങളെ ഇളക്കിയിട്ട് പോകാൻ അറിയാവുന്ന ആളാണ്. പിന്നെ 10-41 വർഷമായി പ്രസംഗം തുടങ്ങിയിട്ട്. പ്രൈസലോ. ഇന്ന് രാത്രി ചുമ്മാ ഇളകിയിട്ട് കാര്യമില്ല. ഇവിടെ ഒത്തിരി ഇളകിയില്ലേലും അവിടെ പോകണം. നല്ല അല്ലെങ്കിലും ഈ രാത്രി പറയണം പ്രൈസലോ. എന്താ നിഗളം? നിഗളം എന്തുവാ? ഞാൻ ഹീബ്രുവിൽ പറയാതെ പറയാം. ചിലർക്ക് കീരിക്കി പറഞ്ഞാലേ പിടികിട്ടും. എന്താ നിഗളം? ബഹുമാന്യനായ CV ജോൺ പാസ്റ്റർക്കില്ലാത്ത എന്തോ എനിക്കുണ്ടെന്ന് എൻ്റെ അകത്ത് തോന്നുമ്പോൾ എനിക്കുണ്ടാകുന്ന സോക്കേടിന്റെ പേരാ നിഗളം. മിണ്ടുന്നില്ല. എന്താ അസൂയ? എനിക്കില്ലാത്ത എന്തോ CV ജോൺ പാസ്റ്റർക്ക് ഉണ്ടെന്ന് തോന്നുമ്പോൾ എനിക്കുണ്ട്. രണ്ടാമത്തെ സോക്കേടിന്റെ പേരാ അസൂയ. ഈ 2 അസുഖം ഇല്ലാത്തൊരു സ്വോത്രം പറഞ്ഞേ. ഞാൻ പറഞ്ഞില്ലേ ആദ്യം പൊക്കിയവരൊക്കെ പൊക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞാൽ. എന്നോട് ക്ഷമിക്കണം. ഇതെല്ലാം കൂടെ വെച്ചോണ്ട് പോകാമെന്നാരും വിചാരിക്കല്ലേ. സ്വർഗത്തിൽ നിന്ന് ആദ്യം പുറത്താക്കിയ നിഗളിച്ചോനെയാ. സ്വോത്രം പറഞ്ഞില്ല. സ്വർഗത്തിന് ഏറ്റവും വെറുപ്പ് നിഗളമുള്ളവനെയാ. നിനക്ക് എന്തെങ്കിലും കിട്ടിയെങ്കിൽ ദാനമെന്നോർത്താ മതി. ഒരു സൗന്ദര്യം കിട്ടിയെങ്കിൽ, ഒരു ആരോഗ്യം കിട്ടിയെങ്കിൽ, ഒരു വാഹനം കിട്ടിയെങ്കിൽ, ഒരു വീട് കിട്ടിയെങ്കിൽ, നല്ല 4 പിള്ളേരെ കിട്ടിയെങ്കിൽ, അല്പസമ്പത്ത് കിട്ടിയെങ്കിൽ എല്ലാം ദാനമെന്നോർത്താ മതി. നീ നിഗളിക്കരുത്. ഓ, കരമടിച്ച് ദൈവത്തെ ഒരു നിമിഷം ആരാധിച്ച് ഇന്ന് രാത്രി ക്രിസ്തുവിനുള്ളവരെടുക്കപ്പെടും. ഹല്ലേലൂയ. ലോകത്തിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ ഫ്ലൈറ്റിലും ഞാൻ കയറിയിട്ടുണ്ട്. അഹങ്കാരം പറയാൻ. ഒരു ജീപ്പിന്റെ പുറകിൽ സ്റ്റെപ്പിനിയുടെ മണ്ടയ്ക്ക് കാല് ചവിട്ടി, ഒരു കാല് സ്റ്റെപ്പേലും ചവിട്ടി, ഈ പടുതായുടെ അടിയിലുള്ള കമ്പിയെ പിടിച്ചോണ്ട് അന്ന് കൊച്ചിയിലെ ഒരു കൊച്ചി എയർപോർട്ട്, നെടുമ്പാശ്ശേരിയല്ല, ട്രിവാൻഡ്രത്ത് എയർപോർട്ടില്ല. അന്ന് എൻ്റെ സഹോദരങ്ങൾ ഗൾഫിലാ, 74 പോയവരാ, കപ്പലേ പോയവരാ. അന്ന് ഭയങ്കര കാശുള്ളവരെ കൊച്ചിയിൽ നിന്ന് ചെറുതായിട്ടുള്ള ഫ്ലൈറ്റിലേ പോകത്തുള്ളൂ. അന്ന് ആ എയർപോർട്ട് കാണാൻ ഈ വണ്ടി ജീപ്പിൻ്റെ പുറകിൽ നിന്നിപ്പോൾ കൊടുത്തിട്ടുണ്ട്, കൊണ്ടുപോയിട്ടില്ല. പിന്നെ അവര് 555 ഒക്കെ വലിച്ചേട്ട് തീ വീണ ഉടുത്താ പറഞ്ഞു പോകുന്നൊരു ലുങ്കി ഉണ്ടായിരുന്നല്ലോ, അതവർ ഇട്ടിട്ട് പോകുന്നതിലും കിട്ടിയാൽ കൊള്ളാമെന്ന് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ മിണ്ടുന്നില്ല. അവനൊക്കെ ഇപ്പോഴും ദോഹയും റാന്നിയുമേ ഉള്ളൂ. ഞാൻ ലോകത്തിലെ എല്ലാ ഫ്ലൈറ്റിലും കയറി എനിക്ക് പാസ്പോർട്ട് ഇല്ലായിരുന്നു. നിങ്ങൾ സ്വോത്രം പറയണം. പിന്നെ 75 79 തിരിച്ചു മേടിച്ച് എനിക്ക് ചുമക്കാൻ കഴിവില്ലെന്നും പറഞ്ഞ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഞാൻ എന്നോ നിഗളിക്കാനാ? എടാ, പാസ്പോർട്ട് 79 മേടിച്ചിട്ട് 96 വരെ തിരിച്ചു തന്നില്ല. 96 തമ്പുരാൻ തന്നു. ഇപ്പോൾ 1 കെട്ട് പാസ്പോർട്ടുണ്ട്. നിങ്ങൾ സ്വോത്രം പറയണം. ഉലകം മൊത്തം നിന്റെ വഴി അടച്ചാലും ദൈവം നിന്റെ വഴി തുറക്കും. പക്ഷെ നീ നിഗളിക്കരുത്. എല്ലാം ദൈവത്തിന്റെ കൃപയെന്ന് ഓർത്ത് നിനക്ക് എന്തെങ്കിലും അനർഹമായി ലഭിച്ചിട്ടുണ്ടെങ്കിൽ
വിശ്വസിക്കുന്നവർ മൗനമായിരിക്കുന്ന രാത്രിയിൽ ദൈവഹിതത്തോടെ ദൈവകരുണയോടെ ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം ദൈവത്തെ ആരാധിപ്പാൻ ചുടലമനതര ജനരകത്കനാദര വൈഡപ്രമനതിര ജഗൽക്കനാദരാജന. ഓ, ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കണം. പ്രൈസ് ദി ലോർഡ്. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയുക, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ യേശുവിന്റെ മാർഗം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിവരിക്കുന്നില്ല. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 5-ാമത്തെ വാക്യം. ആരാണ് എടുക്കപ്പെടുന്നത്? ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഒരല്ലേലൂയ പറഞ്ഞേ. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ. ആരാണ് ക്രിസ്തുവിനുള്ളവർ? ക്രിസ്തുവേശുവിലെ ഭാവം തന്നെ നിങ്ങൾ ഉണ്ടായിരിക്കട്ടെ. ഇപ്പം ആയിരിക്കുന്ന പൊസിഷനിൽ നിന്ന് ഒരു പടി താഴാൻ കൊതിക്കുന്നവര് എത്ര പേരുണ്ട്? നീ ലോക്കലോ സെൻറ്ററോ റീജനോ സ്റ്റേറ്റോ എന്തോ ആകട്ടെ, ജനറലോ മാനേജരോ സൂപ്രണ്ടോ എന്തോ ആകട്ടെ, ഇപ്പോഴായിരിക്കുന്ന പൊസിഷനിൽ നിന്ന് ഒരു പടി താഴോട്ട് മാറിയുള്ള കസാറയിരിക്കാൻ നമ്മൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷെ ക്രിസ്തു ഇവിടെ വന്നും വെച്ച് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ തിന്ന് അപ്പം തിന്നോമാരെല്ലാം കൂടെ കൂടി ദൈവമാക്കി പൂമാല ഇട്ടല്ല. അവൻ ദൈവമായിരുന്നു, അവൻ ദൈവമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ വന്ന നാട്ടുകാർ കൂടി ഒരു മെഡിക്കൽ കോളേജും ഒരു എഞ്ചിനീയറിംഗ് കോളേജും എല്ലാം പണിതപ്പോൾ ദൈവമാക്കിയ ആളല്ല. ഇവിടെ അങ്ങനെയൊക്കെ ദൈവങ്ങളായ ഒത്തിരി പേരുണ്ട്. അവരൊക്കെ മരണത്തോട് അവസാനിക്കുമ്പോൾ മരണത്താൽ അവസാനിക്കാത്തൊരു ദൈവപുത്രൻ ഇവിടെ വന്നു. അവൻ ദൈവമായിരുന്നു. ദൈവമായിരിക്കെ പാപിയായ മനുഷ്യ, നിന്നെ രക്ഷിപ്പാൻ അവൻ ദൈവത്തോടുള്ള സമത്വം വിട്ടു. ഓ, പ്രൈസ് ദി ലോർഡ്. അവൻ ആരാന്നറിയണേ? ഒരു വാക്യം നിങ്ങൾ വായിച്ചു, വിവരിക്കുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം മാത്രം. ഞാൻ തന്നെ എന്ന് അവരോട് പറഞ്ഞപ്പോൾ അവർ പിൻവാങ്ങി നിലത്തു വീണു. മതി. രാത്രി മുഴുവൻ ഗെത്സമനയിൽ നിലത്തു വീണ ഒരാളുണ്ട്. എന്റെ കൂടെ ഒന്ന് പറയണേ, വായിച്ചുകൊണ്ടിരിക്കല്ലേ. പെസഹായുടെ രാത്രിയിൽ കാല് കഴുകി അപ്പം നുറുക്കി പുതിയ നിയമം സ്ഥാപിച്ച് ഗെത്സമനയിലേക്ക് പോയി. പ്രാർത്ഥനയ്ക്ക് മുട്ടുമടക്കിയവന്റെ മുട്ടിന്റെ ബലം ക്ഷയിച്ചിട്ട് കവിണ് വീണു. രാത്രി മുഴുവൻ കവിണ് വീണ് ഉരുണ്ട് കരഞ്ഞവൻ എഴുന്നേറ്റവനെ ചുംബനത്താൽ ഒറ്റിക്കൊടുക്കാൻ വന്ന യൂദാ ഞെട്ടി മാറി നിൽക്കുക. പ്രാർത്ഥിച്ചവന്റെ മുഖമല്ലേ, ഗൂഢാലോചന കഴിച്ചവന്റെ മുഖമല്ല, പാര വെച്ചവന്റെ മുഖമല്ല, വിറ്റ് കാശ് മേടിച്ചവന്റെ മുഖമല്ല, കവിണ് വീണ് കരഞ്ഞവന്റെ മുഖമാ. ചുംബിക്കേണ്ടത് ആരെയാന്ന് യൂദയ്ക്കറിയാതെ യൂദാ പകച്ചു നിൽക്കുകയാ. അപ്പൊ ഇവരെല്ലാം കൂടെ പെട്ടെന്ന് പിടിക്കാൻ നോക്കുമ്പോൾ യേശു വെച്ച് ആരെയാടാകുകയെ അന്വേഷിക്കുന്നേ? അവര് പറഞ്ഞു നസ്രയനായ. അത് ഞാനാകുന്നു പറയും. ഇവന്മാര് പുറകോട്ട് പോയി മറിഞ്ഞു വീണു. ഹലോ എടാ, കവിണ് വീണ് കരഞ്ഞവന്റെ മുമ്പിൽ ഒരു ശത്രു നിൽക്കത്തില്ല. നിങ്ങൾ സ്വത്രം പറയണം. ഈ രാത്രി ആത്മാവ് ദൂത് കൈമാറുകയാ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസിക്കുന്നവർ രാത്രി ദൈവത്തെ ആരാധിക്കട്ടെ. കരയുന്നൊരു രാത്രി നിനക്കുണ്ടെങ്കിൽ വിശ്വസിക്കുന്നവർ രാത്രി കരമടിച്ച് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കട്ടെ. ഒരാത്മിക ദൂത് ഞാൻ കൈമാറുകയാ. എന്റെ കൂടപ്പുറപ്പ്, എന്റെ കുഞ്ഞേ, നിന്റെ പ്രാർത്ഥനാ മുറിയിൽ സഹിക്കാൻ കഴിയാത്ത വേദനയിൽ, പ്രാണവ്യഥയിൽ നീ കവിണ് വീണ് കരഞ്ഞിട്ടുണ്ടെങ്കിൽ
ഞാൻ ഗ്യാരണ്ടി ആയിട്ട് ഒരു ഉറപ്പ് തരാം, ഒരു ശത്രുവും നിന്റെ നേരെ നിൽക്കത്തില്ല. ഈ രാത്രി വിശ്വസിക്കുന്നവർ കരമടിച്ച് നമ്മളെല്ലാം നെഗറ്റീവ് പറയുന്നവരാ. എണ്ണിച്ചു വരുന്നത് അയ്യോ അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട്. അയ്യോ പറഞ്ഞ് എണ്ണീക്കുന്ന പുള്ളി നമുക്കൊരിച്ചിരി കടുങ്കാപ്പി വയ്യ, അയ്യോ പറഞ്ഞ് എഴുന്നേക്കും, വയ്യ പറഞ്ഞു തുടങ്ങും. സ്തോത്രം. കടുങ്കാപ്പി തരണമെന്ന് നടന്നു, പക്ഷേ കാപ്പിപ്പൊടി ഇന്നലെ മേടിക്കുന്ന കാര്യം മറന്നുപോയി. കാപ്പിപ്പൊടി ഇല്ല. അയ്യോ വയ്യ ഇല്ല, മിണ്ടുന്നില്ല, സ്തോത്രവും ഇല്ല. ഒരല്ലേ പറഞ്ഞ് നിന്റെ ഈ ഗതികെട്ട പാശകൾ നിർത്തണം. നിന്റെ കൂടെ രാത്രി കിടന്ന പലരും എഴുന്നേറ്റിട്ടില്ല, നീ എഴുന്നേറ്റല്ലോ, അതിനൊരു സ്തോത്രം പറയണം. നീ അയ്യോന്നും പറഞ്ഞാൽ എഴുന്നേക്കണ്ടേ? കർത്താവേ, പലരും എഴുന്നേക്കാൻ കിടക്കുമ്പോൾ എന്നെ എഴുന്നേൽപ്പിച്ചല്ലോ എന്ന് പറഞ്ഞ് സ്തോത്രം പറയണം. ഹല്ലേലൂയ. ഈ രാത്രി സന്തോഷമുള്ള ദൈവത്തെ സ്തുതിച്ച് നിന്റെ നെഗറ്റീവ് ആശയങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇന്ന് രാത്രി സന്തോഷത്തോടെ പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവമക്കള് ഇല്ല എന്നൊരു വാക്ക് പറയും. ഞാൻ സ്നേഹത്തോടെ പറയും. ഈ ഏലിയാവ് സരാഭാത്തിൽ ചെന്നപ്പോഴേ ആ സഹോദരിയുടെ വീട്ടിൽ വാസ്തവത്തിൽ ഒരടയുണ്ടാക്കി ചെറുക്കനും തള്ളയും കൂടെ കഴിച്ചിട്ട് ചാകാനുള്ള സാധനമേ ഉള്ളൂ. സ്തോത്രം. പക്ഷെ ആ സഹോദരി പറഞ്ഞതിനകത്ത് ഇല്ലെന്ന് പറഞ്ഞില്ല. എനിക്ക് അല്പം കുടിക്കാൻ വെള്ളം തരുമോ? അവർ പറഞ്ഞ് തരാം. 5-6 പേർ വറക്കുമ്പോൾ ഒരുത്തം വന്നേക്ക് വെള്ളത്തിന് കയറി വന്നേക്കാന്ന് പറഞ്ഞ് അങ്ങനെ പെറുപെടുത്തില്ല. അവർ ചാകാൻ തുടങ്ങുക, എന്നാലും വെള്ളം ചോദിച്ചവന് കൊടുക്കാൻ തയ്യാറായി. സ്തോത്രം പറഞ്ഞേ. എടാ, ഇവനൊക്കെ ചാകാനും സമ്മതിക്കത്തില്ലല്ലോ. വെള്ളം എടുക്കാൻ തിരിഞ്ഞവൻ പറഞ്ഞു 1 മുറി. ഉടനെ അവർ പറഞ്ഞത് കലത്തിൽ അല്പം മാവുണ്ട്. മാവില്ലെന്നല്ല പറഞ്ഞെല്ലാവരും കലത്തിൽ അല്പം മാവുണ്ട്. നമ്മളായിരുന്നു പറഞ്ഞത് ഇല്ലെന്ന്. ആ ഉണ്ടെന്ന് പറഞ്ഞത് 3.5 വർഷം നിന്നു. നീ ഉണ്ടെന്ന് പറയണം. കടക്കാർ ജപ്തി ചെയ്യാൻ വന്നപ്പോൾ ചോദിച്ചു, നിന്റെ വീട്ടിൽ വല്ല ഉണ്ടോ? ഉണ്ട്, ഇങ്ങോട്ട് വരുമോ പ്രാർത്ഥിക്കാനായിട്ട്? ഇല്ലാഞ്ഞിട്ടല്ലേ വന്നേ എന്നൊന്നുമല്ലേ പറഞ്ഞേ. ഒരു ഭരണി ഉണ്ട്, അതങ്ങ് നിറഞ്ഞോളും. നീ ഉണ്ടെന്ന് പറഞ്ഞ് പഠിക്കുക. ആരോഗ്യമുണ്ട്, വിശ്വാസമുണ്ട്, പ്രത്യാശയുണ്ട്, ദൈവകൃപയുണ്ട്. നീ ഉണ്ടെന്ന് പറയുന്ന സന്തോഷത്തോടെ കരമടിച്ച് ദൈവത്തെ ആരാധിച്ച് ഇതിനകത്ത് നെഗറ്റീവ് ആശയങ്ങളെ മാറ്റിയിട്ട് നീ കർത്താവിനെ ഒന്ന് വിശ്വസിച്ചേ. ഹല്ലേലൂയ. ആരാണ് എടുക്കപ്പെടുന്നത്? റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ഇവിടെ ശ്രദ്ധിച്ചേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവൻ അല്ല. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവൻ അല്ല. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെയാണെന്ന് ഞാൻ വിശ്വസിക്കും. നമ്മുടെ പിതാക്കന്മാർക്ക് ആ മർമ്മം പിടികിട്ടി. അവർക്ക് വലിയ വിദ്യാഭ്യാസവും ഡോക്ടറേറ്റും ഒന്നും ഇല്ലായിരുന്നു. അവർ അസൈൻമെന്റ് എഴുതിയോ തീസിസ് സബ്മിറ്റ് ചെയ്തൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ അവർക്ക് ഭയങ്കര വെളിപ്പാടും ദൈവകൃപയാണ്. ഒരുത്തൻ രക്ഷിക്കപ്പെട്ടു വന്നാൽ അവരുടെ ആദ്യത്തെ പരിപാടി അവനെ അഭിഷേകത്തിലേക്ക് നയിക്കുമായിരുന്നു. സ്തോത്രം. അവന് പാപബോധം ഉണ്ടാകുന്നത് വരെ ദൈവവചനം പറഞ്ഞു പാപബോധം അവൻ്റെ ഉള്ളിൽ വരും. അന്നത്തെ വലിയ പാപം കോമ്പസ് കൊണ്ട് വരച്ചതും ഇടികട്ടി വെച്ചതും ഒന്നുമല്ല, ഫെവിക്കോൾ ഒട്ടിച്ചല്ല. ഞാൻ പോച്ച പറിക്കാൻ പോയപ്പോൾ ചക്കയുടെ കൂടെ മുക്കി തിന്നാൻ ചമ്മന്തി ഇല്ലാഞ്ഞത് കൊണ്ട് ആ പറമ്പിൽ നിന്ന് 5 കാന്താരി പറിച്ചായിരുന്നു. അത് 20 വർഷം മുമ്പത്തെ കഥയാണെങ്കിലും ഇപ്പം ദൈവം എന്നെ ഓർപ്പിക്കുന്നു. ഭയങ്കര കരച്ചിലാണ്. 20 കാന്താരി പറിച്ചേന്. നമ്മൾ ആനയെ ഓടിച്ചിട്ട് വന്നിരിക്കുക ഉണ്ടെന്നില്ല.
അന്നത്തെ പാപബോധം 20 കാന്താരി ഞാൻ പറിച്ചത് ചക്കയുടെ കൂടെ മുക്കി തിന്നാൻ, പച്ചമുളകില്ലാഞ്ഞുകൊണ്ട്. പക്ഷെ അഭിഷേകം ഇരുന്നപ്പോൾ കുറ്റബോധം ഉണ്ടായി. അയലോക്കാരൻ്റെ കാന്താരിക്കുന്ന അതിന് മൊത്തം നമ്മുടെ പറമ്പിലാക്കിയിട്ട് നമുക്ക് തിണ്ണയില്ല. അപ്പം കാന്താരി വെച്ച മുഴുവൻ ലൈനും കൂടെ നമ്മൾ കയ്യാലെ കെട്ടി ഇപ്പുറത്താക്കിയേക്കുക. നമുക്കൊരു പ്രയാസവും ഇല്ല, മിണ്ടുന്നില്ല. അടുത്തയാളുടെ ഏറ്റുപറച്ചിൽ. പശുവിന് പോച്ച പറിക്കാൻ പോയപ്പോ ഒരു കൈതച്ചക്ക പഴുത്ത് നിൽക്കുന്ന കണ്ടു. എനിക്ക് ഭയങ്കര വിശപ്പ്. 3 ദിവസമായി ആഹാരം കഴിച്ചിട്ട് ഞാനത് തിക്കും പക്കും നോക്കി, ആരും കാണുന്ന കാണുമ്പോൾ അത് ഒടിച്ചെടുത്ത് പോച്ചയ്ക്കകത്ത് വെച്ചുകൊണ്ട് വീട്ടിൽ വന്ന് കഴിച്ചു. അന്നത്തെ എൻ്റെ വിശപ്പ് തീർന്നു. ഇപ്പോൾ അത് പാപമാണെന്ന് തോന്നുന്നു. നമ്മളൊരു കൈതത്തോട്ടം മൊത്തം അടിച്ചുകൊണ്ട് പോയാൽ ഇപ്പോൾ പാപമാണെന്ന് തോന്നുന്നില്ലല്ലോ. എൻ്റെ കൂടെ ഉണ്ടല്ലോ അല്ലേ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവർ പാപമേറ്റു പറഞ്ഞു. പണ്ട് KK ചെറിയാച്ചായന് കൺവെൻഷനിൽ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞൊരു ഉദാഹരണം ഞാൻ ഇപ്പോഴും ഓർക്കും. ഒത്തിരി വർഷം മുമ്പ്. ഇപ്പോൾ അദ്ദേഹം ക്ഷീണിതനാണ്, എന്നാലും ജീവനോടെ ഉണ്ട്. ഒരു സ്വതന്ത്രം പറഞ്ഞു. അവരെയൊക്കെ ഓർത്ത് വല്ലപ്പോഴും പറഞ്ഞു. ഒരുപാട് പേര് രക്ഷയിലേക്ക് നടത്തിയ ആളുകൾ. അദ്ദേഹം ആദ്യമായിട്ട് കുവൈറ്റിൽ പോയി. കുവൈറ്റിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന പെട്ടി സ്കാനിങ് കൂടെ കയറിയപ്പോൾ വലിയ 3 അലവാങ്ക് ഈ പെട്ടിക്കകത്ത് ഇങ്ങനെ നിൽക്കുന്ന പോലെ ഇതിനകത്ത് കാണിച്ചു. പുള്ളി ആകെ പേടിച്ചു. എന്നെ പുള്ളി പറഞ്ഞത് എൻ്റെ അല്ല പെട്ടി എന്ന് പറഞ്ഞു. എന്നെ വിഷമിക്കണ്ട, മുട്ടുസൂചിയാണ് ഇത് കാണിച്ചപ്പോൾ ഇങ്ങനെ അലവാങ്ക് പോലെ കാണിച്ചാന്ന് പറഞ്ഞു. ഹലോ, പുള്ളി ഫയലെ കുത്തി, പ്രസംഗക്കുറിപ്പെ കുത്തി മുട്ടുസൂചി ഇതിനകത്ത് കാണിച്ച വിപ്പാസിഷ്ടമൊന്നും വേണ്ട കേട്ടോ. സ്തോത്രം. ഇപ്പം എല്ലാം AI ആണല്ലോ. അന്ന് ഇങ്ങനെയൊക്കെയായിരുന്നു. പുള്ളി ആകെ അകവാൾ വെട്ടിപ്പോയി. പുള്ളി പറഞ്ഞു എൻ്റെ പെട്ടിയല്ലെന്ന് പറഞ്ഞു. സ്തോത്രം. മുട്ടുസൂചിയെ അലവാങ്ക് പോലാക്കി കാണിക്കുന്ന സ്കാനിങ് മെഷീൻ നിന്റെ മുമ്പിലുണ്ട്. അത് AI സിസ്റ്റം ഒന്നുമല്ല, അഗ്നിജാലയ്ക്കൊത്ത കണ്ണ. സ്തോത്രം. ഈ രാത്രി പറയണം, അവൻ്റെ ദൃഷ്ടിയിൽ ഒന്നും മറഞ്ഞിരിക്കത്തില്ല. ഇന്ന് രാത്രി ചെറിയ പാപമെന്നോ വലിയ പാപമെന്നോ രണ്ട് ലിസ്റ്റില്ല. പാപം എല്ലാം പാപമാ. ഒരല്ലിയ പറയണം. ആലിയ പാപം ഏറ്റുപറയും. ഏറ്റുപറയുന്നവരെ അഭിഷക്തന്മാരുടെ നടുക്ക് ചുറ്റും നിർത്തിയിട്ട് അവരെ ഇവരെ കൊണ്ട് നടുക്കോട്ട് നിർത്തും. എന്നിട്ട് അന്നൊക്കെ പാട് തീ കത്തിക്ക എന്നിൽ, ആ തീ കത്തിക്ക എന്ന് പറഞ്ഞ് പാടി ചുറ്റും നിൽക്കുമ്പോൾ ആത്മാവ് ശക്തിയോടെ ഇറങ്ങും. അവർ അന്യഭാഷയിൽ സംസാരിക്കും. അന്ന് ഈ കാണുന്ന സംഗീത ഉപകരണങ്ങളൊന്നുമില്ല. അന്ന് വർഷിപ്പ് ലീഡേഴ്സ് ഇല്ല. പാകീറിയിട്ട് ആരാധിക്കുന്ന എവിടെ നിന്ന് ലീഡേഴ്സ് വരാനാ? പെട്രോമാക്സ് ഇല്ല. അന്ന് റാന്തൽ വിളക്ക. പക്ഷെ അഭിഷേകം ഭയങ്കരമായിരുന്നു. ആ അഭിഷേകത്താൽ കുടുംബങ്ങളുടെ നുകമൊടിഞ്ഞു, തലമുറയുടെ നുകമൊടിഞ്ഞു, ജനത്തിന് ബന്ധനമഴിഞ്ഞു, പാപത്തിന്റെ അടിത്തറകൾ ഇളകി, ജനം രക്ഷിക്കപ്പെട്ടു, സഭകൾ വളർന്നൊരു സ്വത്രം പറയണം. ഓ ഹല്ലേലൂയ. അവരാദ്യം കാണുമ്പോൾ കൈ കൊടുക്കുമ്പോൾ മുഖത്ത് നോക്കി പറയും മറാനദാ. ഉടനെ കേൾക്കുന്നവർ പറയും അനാഥമാ. എന്താ മറാനദാ എന്ന് പറഞ്ഞാൽ? യേശു വരുന്നു. കാണുമ്പോ പറയുന്ന കൊച്ചിന്റെ കത്ത് വന്നോ എന്നല്ല ചോദിക്കുന്നത്. പുള്ളിക്കാരൻ വിളിക്കാറുണ്ടോ എന്നല്ല ചോദിച്ച്. യേശു വരുന്നു. ഉടനെ മറുപടി ആമീൻ കർത്താവേ വരണേ. മറാനദാ, അനാഥമാ. ഒരു സ്വത്രം പറഞ്ഞേ. അതാരും നമ്മുടെ പിതാക്കന്മാർ. ഓ ഹല്ലേലൂയ. ഇന്നത്തെ എത്ര പേരുടെ അകത്ത് പ്രത്യാശയുണ്ട്. യേശു വരുന്നു, യേശു വരുന്നു. നീ തലമുറയോട് പറയേണ്ടത്. അയർലൻഡിലും സ്കോട്ട്ലൻഡിലും ന്യൂസിലൻഡിലും ഓസ്ട്രേലിയയിലും അമേരിക്കനും കാനഡ പിള്ളേർ വിളിക്കുന്ന ഉടനെ മോനെ തണുപ്പ് കൂടിയോ, സ്നോ വീണോ, സൂക്ഷിച്ചു പോണേ എന്നൊക്കെ പറഞ്ഞു. മക്കളെ, കർത്താവ് വരാറായി. ഞങ്ങൾ അവിടെ ഇല്ലെങ്കിൽ നിങ്ങൾ ഒരുങ്ങിക്കോണം കേട്ടോ. പ്രത്യാശ കുറയല്ലേ, ആരാധന കുറയ്ക്കല്ലേ. ഇതെല്ലാം ദൈവം തന്നതാടാന്ന് പറയാൻ ഇന്ന് രാത്രി തലമുറയ്ക്ക് യേശുവിന്റെ വരവിനെ കൈമാറുന്ന എത്ര മാതാപിതാക്കൾ ഇവിടെയുണ്ട്. സന്തോഷമുള്ളവരെ കരമൊന്ന് വീശിയടിച്ച് ഈ രാത്രി ദൈവത്തെ സ്തുതിച്ചേ. നമുക്കറിയണ്ടേ, ട്രംപ് വന്നപ്പോൾ നമ്മുടെ അയലൊക്കെ കൂട്ടുകാരുമെല്ലാം അനധികൃതമായി കുടിയേറ്റമാണോ, അവരെ കാലെ ചങ്ങലയിട്ട് നാട്ടിൽ കയറ്റി വിടുമോ? ഇതൊന്നും അല്ല നീ ചോദിക്കണ്ടേ. ട്രംപ് വരുവോ പോവോ ചെയ്യട്ടെ. ഹലോ, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? എന്റെ ആത്മാവില്ലാത്തവൻ
എനിക്കുള്ളവനല്ല. എത്ര പേർക്കുണ്ട് യേശുവിൻ്റെ ആത്മാവ്? യേശുവിൻ്റെ ആത്മാവ് സ്നേഹത്തിൻ്റെ ആത്മാവാ, കരുണയുടെ ആത്മാവാ. ഓ ഹല്ലേലൂയ! ഇന്നിന്റെ ദയയുടെ ആത്മാവാ, സ്നേഹത്തിന്റെ ആത്മാവാ. ആത്മാവിനെ പ്രാപിച്ചവരൊക്കെ ഇന്നലെ ദൈവത്തെ സ്തുതിച്ച് സഭയ്ക്കകത്ത് നിന്നെ കൊണ്ടുവരേണ്ടത് ദൈവത്തിന്റെ ആത്മാവാ, വിശ്വസിക്കുന്നവർ മാത്രം. ഓ കുഞ്ഞുങ്ങൾ കഥ കടച്ച് മുടിക്കാതിരിക്കുമ്പോൾ നീ 10 മണിക്ക് താഴെ നിന്നുകൊണ്ട് ഫോൺ വിളിച്ച് മോനെ ബ്രേക്ക്ഫാസ്റ്റ് ആയി കൊണ്ടുവരട്ടെ മുറിയിലോട്ട് എന്ന് പറഞ്ഞ് കൊണ്ട കൊടുക്കുന്ന രീതിയൊക്കെ മാറണം. അവൻ താഴെ വന്ന് നിന്റെ കൂടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇവൻ മുടിയും വെട്ടാതെ പല്ലും തേക്കാതെ മുടി മീശയും വളർത്തി പ്യാജ് കയറി അകത്തിരിക്കുക. നിന്നെ എപ്പോഴാണ് കണ്ടിക്കുന്നതെന്ന് അറിയത്തില്ല. ഞാൻ ഉള്ള കാര്യം പറയാം. പ്രൈസ് ദി ലോർഡ്. നീ ലാളിച്ചൊരു പരുവത്തിലാക്കല്ലേ. പ്രൈസ് ദി ലോർഡ്. 15 വയസ്സുള്ള കൊച്ച് ബുള്ളറ്റ് വേണമെന്ന് പറയുമ്പോൾ 350 cc ബുള്ളറ്റ് മേടിച്ചു ഞങ്ങളെ കൊണ്ട് അനുശോചനം പറയിപ്പിക്കല്ലേ. സന്തോഷമുണ്ട്, സ്വത്രം. ഞാൻ പറഞ്ഞില്ല നിങ്ങളുടെ എല്ലാം സന്തോഷം പോവും. എനിക്ക് അടുത്ത പ്രാവശ്യം മീറ്റിംഗ് വേണ്ട, ഞാൻ കാര്യം പറഞ്ഞിട്ട് പോകാൻ വന്നതാ. ഹല്ലേലൂയ! യേശു വരാറായി. നീ കൈവിടപ്പെട്ടു പോകല്ലേ. എതിർ ക്രിസ്തു ഭരിക്കുന്ന ഈ ലോകത്ത് നീ കാണരുത്. നീ എടുക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലുണ്ടായിരിക്കണം. എത്ര പേർക്ക് ഇതിനകത്ത് സന്തോഷമുണ്ട്? പ്രത്യാശ നാടിനെ കണ്ടുകൊണ്ട്. ഹല്ലേലൂയ! ഹോ, ഇവൻ കോളേജിൽ നിന്ന് വന്നിട്ട് ചെറിയ സ്വഭാവ വ്യത്യാസം കാണിക്കുന്നെങ്കിൽ ഉടനെ ഞങ്ങൾ പാസ്റ്റർ അറിയാതെ നീ കൊണ്ടുപോയി ഏതെങ്കിലും കൗൺസിലിംഗ് നടത്തി വട്ടന്മാർക്കുള്ള ഗുളിക തീറ്റിച്ച് അവനെ ഒരു പരുവത്തിലാക്കല്ല. എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളെ പ്രാർത്ഥനയുള്ള കാര്യമില്ല. നമ്മുടെ എതിർദേശം ചെറുക്കൻ അതാ പറ്റിയേ. അവൻ ഏതോ നേഴ്സിംഗ് സ്കൂളിൽ പഠിച്ചതാണ്. ഏത് കോളേജൊന്നും എന്നോട് വരുമ്പോൾ ചോദിക്കരുത്. ഇവന്മാരിലവിടെ റായിങ് ചെയ്ത് ഇവന് പട്ട് കയറി. ഇപ്പം മുറി വന്ന് കഥ കടച്ച് മിണ്ടാതിരുന്നപ്പോൾ ആരോടും പറഞ്ഞില്ല. കുറെ കഴിഞ്ഞ് കാപ്പി കൊണ്ടിരുന്ന് അമ്മയ്ക്കിട്ട് അടിക്കാൻ തുടങ്ങിയപ്പോൾ പാസ്റ്ററെ ചെറിയൊരു പ്രയാസമുണ്ട്, അമ്മാമ്മയോട് പറയണ്ട, പാസ്റ്റർ അമ്മാമ്മയോടെ പറയണ്ട, കാരണം പറഞ്ഞ LM-ൽ അറിയുമല്ലോ, സഹോദരിമാരറിയും. പാസ്റ്റർ തന്നെ പ്രാർത്ഥിച്ചാൽ മതി. സ്തോത്രം. അന്നേരം ആ ചെറുക്കൻ പെരയിൽ ഇറങ്ങി കതകോ തുറന്ന് തുണിയില്ലാതെ ഓട്ടം ഓടി റോട്ടിൽ കൂടെ. സ്തോത്രം. പഴമ്പള്ളി കൂടെ ഓടി തോട്ടഭാഗത്തോട് ചെന്ന് തിരുവല്ലായി ചെന്നപ്പോൾ നാട്ടുകാരെല്ലാം അറിഞ്ഞു. നീ ആരോടും പറയണ്ട. മിണ്ടുന്നില്ല. ആ പോക്ക് അവൻ ഒരു പോക്ക് പോയിട്ട് ശവക്കുഴി പോയി കിടക്കുക. എല്ലാവരും ചത്തു കഴിഞ്ഞാൽ കുഴി വെക്കുന്നത്, ഇവൻ ചാകുന്നതിന് മുമ്പ് കുഴി പോയി കിടക്കുക. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് രാത്രി മഞ്ചത്തി കൊണ്ടുപോകുന്നവനെയും കുഴി കിടന്നവനെ വിടുവിച്ചൊരു ദൈവമുണ്ട്. അലറിക്കരഞ്ഞവനെ വിടുവിച്ച യേശുവുണ്ട്. തലമുറയ്ക്ക് നീ യേശുവിനെ കൈമാറ്. സന്തോഷമുണ്ട്, സ്വത്രം പറഞ്ഞാട്ടെ. ഇന്ന് രാത്രി നശിക്കുന്ന തലമുറയ്ക്ക് നീ യേശുവിനെ കൈമാറ്. ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ നിർത്തട്ടെ, ശ്രദ്ധിച്ചേ. 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായം 28-ാമത്തെ വാക്യം. ഇനിയും കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവന്റെ വയോധികനായ 100 വയസ്സോട് അടുക്കുന്ന ഭക്തനായ മാർവിടം ചാരിയ യോഹന്നാൻ ലേഖനം എഴുതുകയാണ്. അപ്പൊ നമ്മളെല്ലാം വിളിക്കുന്നത് കുഞ്ഞുങ്ങളെ. ഒരു ഹല്ലേലൂയ പറഞ്ഞ്. എന്തോ സ്നേഹമായ വിളിയാ. കുഞ്ഞുങ്ങളെ, ഇനിയും കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവന്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യമുണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പിൻ. എന്തോ അവനിൽ വസിപ്പിൻ. കേട്ടോ എല്ലാരും? അവനിൽ വസിക്കണം. എന്തിന്? പ്രത്യക്ഷതയിൽ ധൈര്യമുണ്ടാകേണ്ടത്. എൻ്റെ കൂടെ പറഞ്ഞേ, വായിച്ചുകൊണ്ടിരിക്കല്ലേ. നിങ്ങളുടെ കയ്യിലെ പുസ്തകത്തിലെ വാക്യം ഞാനിപ്പോൾ എടുത്തൊന്ന് പറയിപ്പിച്ചെന്നേ ഉള്ളൂ. ഞാൻ കൊണ്ടുവന്ന വാക്യമൊന്നുമല്ല. ഇവിടെ നോക്കണം എല്ലാവരും. അവന്റെ പ്രത്യക്ഷതയിൽ നിങ്ങൾക്ക് ധൈര്യമുണ്ടാകേണ്ടതിന് നിങ്ങൾ അവനിൽ വസിക്കണം. യേശു പറഞ്ഞു, എന്നിൽ വസിക്കാത്ത കൊമ്പുകളൊക്കെ ഞാൻ നീക്കിക്കളഞ്ഞിട്ട് തീയിലിട്ട് ചുട്ടുകളയും.
അതുകൊണ്ട് എന്നിൽ വസിപ്പീൻ. ഇതിനൊരു തോട്ടക്കാരനുണ്ട്. തോട്ടക്കാരല്ല, തോട്ടക്കാരൻ ഒരാളെ ഉള്ളൂ, ഒത്തിരി ഉടമസ്ഥന്മാരില്ല. സ്തോത്രം പറയണം. വയസ്സും അസിസ്റ്റന്റും ഒന്നുമില്ല, ഒറ്റ ഒരാള് തോട്ടക്കാരൻ. ഒരു മുന്തിരിവള്ളികളില്ല. തോട്ടക്കാരനും ഒന്നാ, മുന്തിരിവള്ളി ഒന്നാ. ഹല്ലേലൂയ പറയണം. കൊമ്പുകൾ പലരാ. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. നീ കൊമ്പിലല്ല പ്രശംസിക്കേണ്ടത്, നിന്നെ ചേർത്ത് നിർത്തിയേക്കുന്ന വേരിലത്രേ പ്രശംസിക്കേണ്ടത്. നിന്നെ ചേർക്കാൻ സ്വാഭാവിക കൊമ്പിനെ ഒടിച്ചായിരുന്നു. അവനെ ഒടിച്ചതിന് പ്രത്യേകിച്ച് കാരണമില്ല, അവിശ്വാസമായിരുന്നു. വിശ്വസിക്കേണ്ടവനെ സ്വന്തത്തിലേക്ക് വന്നിട്ടും വിശ്വസിക്കായ കൊണ്ട് അവിശ്വസിച്ചവനെ കോപത്തിൽ ഒടിച്ചു കളഞ്ഞു. എന്നിട്ട് വഴിയിൽ നിന്ന് നിന്നെ ഒട്ടിച്ചു ചേർത്തു. ഒട്ടിച്ചു ചേർത്തവൻ ഈ രാത്രിയിൽ സന്തോഷിക്കേണ്ടത് വേരില പ്രശംസിക്കണ്ടേ. സന്തോഷമുണ്ട്. കരമടിച്ചൊരു ഹല്ലേലൂയ പറയും രാത്രിയിൽ. ഹല്ലേലൂയ. എന്നിൽ കായ്ക്കാത്ത കൊമ്പുകളൊക്കെ, ബാക്കി നിങ്ങൾ പറഞ്ഞു, ഞാനെല്ലാം കൂടെ പറഞ്ഞ് നിങ്ങളെ വിഷമിപ്പിക്കുന്നില്ല. എന്നിൽ കായ്ക്കാത്ത കൊമ്പുകൾ, ഓ കായ്ക്കുന്നുണ്ടോ? അടുത്തൊരു വാക്യം പൗലോസ് എഴുതി കേട്ടോ. നിൽക്കുന്നെന്ന് തോന്നുന്നവൻ ഞെളിയാതെ. നമ്മൾ ചുമ്മാതെ ഈ പട്ടണത്തിൽ ഫ്രണ്ടിലത്ത് ഇടാതെ കോറൊക്കെ എടുത്ത് പുറകോട്ടിട്ട് പോന്നെ കണ്ടാൽ നമുക്കൊന്നും ആർ ബാലകൃഷ്ണ പിള്ളയൊക്കെ വരുവാന്ന് തോന്നും. ആരാനൊക്കെ വരുന്നത് കണ്ടാൽ പുള്ളി അങ്ങനെ ആയിരുന്നു. ഇങ്ങനെ ഒരു പട്ടണത്തിൽ ഇടാതെ കോറ പുറകോട്ടിട്ടൊക്കെ ഇങ്ങനെ വരുന്നത് കണ്ട ഒരു ഷോ ആയിരുന്നു. തറവാടിത്തമുള്ള ആളായിരുന്നു. നീ ഇല്ലാത്ത ഭാവം കാണിക്കൽ, നിൽക്കുന്നെന്ന് തോന്നുന്നവൻ. സ്തോത്രം പറയണം. ഭാവിക്കണതിന് മീതെ നീ ഭാവിച്ചുയരല്ല. താഴ്മ ധരിച്ചോണം, വിനയം ധരിച്ചോണം, വിശുദ്ധി ധരിച്ചോണം, വേർപാട് പാലിച്ചോണം, കൃപയിൽ തന്നെ നിന്നോണം. ഓ, ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുക. ഈ രാത്രി സന്തോഷമുള്ളവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. അപ്പോ എന്നിൽ വസിക്കുന്നവൻ എനിക്കുള്ളവൻ, അവനിൽ എൻ്റെ ആത്മാവ് വസിക്കുന്നു. ആത്മാവ് നിങ്ങളുടെ മേൽ വന്നാൽ സകല സത്യത്തിലും ആത്മാവ് വഴി നടത്തും. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിനക്ക് ബോധം വരുത്തും. വഴി തെറ്റുമ്പോൾ ആത്മാവ് പറയും, പൊന്നുമോനെ മോളെ വഴി ഇതാ, ഇതിലേ പൊക്കോന്ന് പറഞ്ഞ് നിന്നെ നേരായ വഴിയെ നടത്തുന്ന ഒരു ആത്മാവുണ്ട്. സഭയ്ക്ക് ദൈവം നൽകിയ ഏറ്റവും വലിയ വരദാനം ഇവിടുത്തെ ഹോളോ, ഇവിടുത്തെ ഓഡിറ്റോറിയമോ, ഇവിടുത്തെ സ്കൂളോ കോളേജോ അല്ല. വഴി തെറ്റാതെ നിന്നെ കൊണ്ട് അക്കരെ എത്തിക്കുന്ന ദൈവത്തിന്റെ ദിവ്യാത്മാവ് ഏറ്റെടുക്കുന്നവര് മാത്രമേ ഈ രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ ഒരു നിയോഗം ഇന്ന് രാത്രിയിൽ. ഓ, റോമാലേഖനം 6-ാം അധ്യായം 5-ാമത്തെ വാക്യം. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. അടുത്ത വാക്യം. അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോടെ നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. അപ്പം മരണത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിച്ചില്ലെങ്കിലോ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തിലും നീ കാണത്തില്ല. എന്താ മരണത്തിന്റെ സാദൃശ്യം? പ്രൈസ് ദി ലോർഡ്. പാപസംബന്ധമായി നാം മരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പാപസംബന്ധമായി മരിച്ച നാം ഇനി അതിൽ ജീവിക്കാൻ പാടില്ല. എനിക്ക് 2 പേരുണ്ട്. 2 പേര്. ഒരു നാട്ടുകാരിട്ട് ഓമന പേര് തെള്ളിയിൽ രാജു. രാജു എൻ്റെ പേരാണ്, നാട്ടുകാരിട്ടാണ് തെള്ളിയിൽ രാജു. ബോസം ഗുരുവിലെ പാർശ്വമൊക്കെ വളരെ അടുത്തറിയാം.
ആ തെള്ളീരാജു എന്ന് പറഞ്ഞ ആ പാപിയായ മനുഷ്യനെ, അത് തെറ്റാ, ആ പാപികൾ ഒന്നാമനായ മനുഷ്യനെ PC ചെറിയാനാക്കി തീർത്ത, നിങ്ങളൊക്കെ കൈയടിച്ച് സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാക്കി തീർത്തത് എൻ്റെ അപ്പന്റെ പാരമ്പര്യമോ അമ്മയുടെ യോഗ്യതയോ അല്ല, എൻ്റെ ജ്യേഷ്ഠന്മാരുടെ ഗുണമല്ല, എൻ്റെ കുടുംബത്തിന്റെ ശ്രേഷ്ഠതയല്ല. കൃപയാൽ ആ രക്തത്താലുള്ള കഴുകല ഈ രാത്രി ചേർന്ന് ദൈവത്തെ സ്തുതിക്കട്ടെ. ഞാൻ രക്ഷിക്കപ്പെട്ടത് തന്നെ നാടിനൊരു സംഭവമാണ്. അവരാരും ഉൾക്കൊണ്ടില്ല. അവർ പറഞ്ഞു പുള്ളി ഒത്തിരി കേസും വഴക്കും എല്ലാം ഉള്ളത് കൊണ്ട് പുതിയൊരു തന്ത്രമാണ് അതിന് രക്ഷപ്പെടാൻ വേണ്ടി. മുഴുത്ത മാനസാന്തരം 3 മാസം എന്ന് പറഞ്ഞു. സ്തോത്രം. ഞാൻ അവിടെയുള്ള സഭയിൽ ചെന്നപ്പോൾ പുറകിൽ പോയി ബെഞ്ചിരുന്നു. ഞാൻ രക്ഷിക്കപ്പെട്ട ആദ്യം വന്നുകൊണ്ട് പുറകിരുന്നു. ഇപ്പം ഞാൻ മുന്നിലേ ഇരിക്കുന്നത്. നമ്മളെന്നും പുറകിലിരിക്കത്തുള്ളൂ. ഫ്രണ്ട് മൊത്തം കസാറുള്ള നമ്മൾ പുറകിലിരിക്കത്തുള്ളൂ. ചിലർ അതിനായിട്ട് വിധിക്കപ്പെട്ടവരാ. നീ മിന്നെ വരാനാ ദൈവം വിളിച്ച് ഒരു സ്തോത്രം പറഞ്ഞു. സ്തോത്രം. അപ്പൊ അടിയന്തര കമ്മിറ്റി കൂടി സഭയ്ക്കകത്ത്, അടിയന്തര കമ്മിറ്റി. അന്ന് മർത്തോമായിലെ ഒരു അച്ഛൻ രക്ഷിക്കപ്പെട്ട ബെന്തിക്കോസിലെ പാസ്റ്ററായി, അച്ഛൻ പാസ്റ്റർ എന്നറിയപ്പെടുന്നു. അപ്പൊ അദ്ദേഹം 12:30 യോഗം നിർത്തിയിട്ട് പറഞ്ഞു അടിയന്തരമായിട്ട് കമ്മിറ്റിക്കാരെല്ലാം നിൽക്കണം. കമ്മിറ്റി കൂടി. കമ്മിറ്റിയുടെ അജണ്ട തെള്ളിയിലെ രാജു കനകപ്പുറത്തെങ്ങാണ്ട് പോയി രക്ഷിക്കപ്പെട്ടെന്നാ പറയുന്നത്. നമ്മുടെ കൂടെ ഇന്നോട്ട് ആരാധനയ്ക്ക് വരുന്നു, ഇവിടെ ചേർന്ന് പോകാൻ ആകെ എടുക്കണോ വേണ്ടായോ എന്നറിയാനാ. അപ്പൊ കമ്മിറ്റിയിലെ 6 പേരും പറഞ്ഞു നമുക്ക് ചാടി കയറി അങ്ങനെ എടുക്കുമൊന്നും വേണ്ട, പുറകിലെങ്ങാനും വന്നിരിക്കട്ടെന്ന് പറഞ്ഞു. പക്ഷേ കങ്ങര തോമാച്ചാന്ന് നിത്യത വിശ്രമം ഒരു പ്രായമുള്ള അപ്പച്ചനുണ്ടായിരുന്നു. എല്ലായിടത്തും ചില നല്ല മനുഷ്യർ കാണും. സ്തോത്രം. അദ്ദേഹം പറഞ്ഞു അങ്ങനെ കളയാൻ വരട്ടെ, നമുക്കെടുക്കാം, എന്തോ വരുമെന്ന് അറിയാമല്ലോ. അങ്ങനെ കൃപയാൽ പുറകിലിരിക്കാൻ ഒരു സാക്ഷ്യം കിട്ടി. അവർ പലരും ഇപ്പോഴും പുറകിലിരിക്കുക. ഞാൻ ഒത്തിരി മുന്നേ വന്നു. അവരുടെയൊക്കെ പിള്ളേരെയൊക്കെ ഞാൻ കെട്ടിച്ചു. ഹല്ലേലൂയ പറഞ്ഞ് നിങ്ങൾ സ്വോത്രം പറയുന്നില്ല. എടാ നീ പുറകിലിരിക്കണോ മിന്നെ നിൽക്കുന്നതൊക്കെ ദൈവമാണ് തീരുമാനിക്കുന്നത്. വിളിച്ചവൻ്റെ പദ്ധതി അതൊക്കെ. നീ ഇന്ന് രാത്രി ഹല്ലേലൂയ ഒന്ന് വിശ്വസിച്ച് ഈ ദൈവത്തെ നിന്നെ എവിടെ കൊണ്ട് നിർത്തണമെന്ന് എൻ്റെ ദൈവത്തിന് അറിയാം. എത്ര പേർക്ക് ഈ രാത്രി സന്തോഷമുണ്ട്? ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ ഞാൻ രക്ഷിക്കപ്പെട്ടു. ഞാൻ സ്നാനം ആവശ്യമാണെന്ന് CSI-കാരനായിരുന്ന ഞാൻ മാമോദിസ സ്വീകരിച്ച് 12ാമത്തെ വയസ്സിൽ സ്ഥിരീകരണവും കഴിഞ്ഞ് കർത്താവിൻ്റെ തിരുമേശ എടുത്തുകൊണ്ടിരുന്ന ഞാൻ സ്നാനപ്പെടണമെന്നുള്ളത് ദൈവവചനം കേട്ട് ഗ്രഹിച്ച് സത്യമാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ, ചുമ്മാ അത് പോയി വെള്ളത്തിൽ മുങ്ങിയൊന്നുമല്ല. സ്തോത്രം. ഞാൻ പറഞ്ഞു സ്നാനം നടത്തണം. അത് ഈ ഒളിച്ചു വെച്ചുള്ള ഹോളിൻ്റെ പുറത്തെ കുഴിക്കകത്തൊന്നും എന്നെ മുക്കാനൊക്കത്തില്ല. എന്നെ ചന്തയിൽ കൂടെ തമ്പരടിച്ച് കൊണ്ടുപോകണം. കൊണ്ടുപോയി 2 ജംഗ്ഷനാ, വെച്ചിറ ചന്തയുണ്ട്, കവലയുണ്ട്. 2ഇടത്തൂടെയും കൊണ്ട് കവല കഴിഞ്ഞിട്ടുള്ളതായ ആ സ്നാനക്കടവിൽ കൊണ്ടുപോയി പരസ്യമായിട്ട് തന്നെ എന്ത് ചെയ്യണം, സ്നാനപ്പെടുത്തിയിട്ട് തിരിച്ചു വരുന്ന ഉടനെ 2 കവലയ്ക്കും പ്രസംഗിക്കണം, സാക്ഷി പറയണം. നിങ്ങൾ മിണ്ടുന്നില്ല. നമ്മൾ സ്നാനപ്പെട്ടെന്ന് ആർക്കും അറിയത്തില്ലല്ലോ. ഞാൻ സ്നാനപ്പെട്ടെന്ന് നാട്ടുകാരറിഞ്ഞ സ്നാനപ്പെട്ടെന്ന്. ഞങ്ങൾ 9 പേർ ഒന്നിച്ച് അഭിഷേകം പ്രാപിച്ച് ഈ മൺകട്ട കൊണ്ട് വീട് കെട്ടി 4 മൂല മാത്രം കട്ട തൂണായിട്ട് ഉറപ്പിച്ച് ബാക്കി ഇടയെല്ലാം ഇങ്ങനെ വെന്റിലേഷൻ പോട്ടിട്ടേക്കാം. കൂട്ടിക്കെട്ടാൻ മൺകട്ട കൊണ്ട് കൂട്ടിക്കെട്ടാൻ കാശില്ലാത്തവൻ്റെ വീട്ടിൽ വെച്ച് അഭിഷേകം പ്രാപിച്ച് അഭിഷേകം ഏത് വീട്ടിലും പരക്കും. ഒരു സ്വോത്രം പറയണം. അന്ന് അവൻ്റെ പെരയുടെ ഭിത്തി അടന്ന് അങ്ങോട്ട് വീഴുന്ന അഭിഷേകം ഞങ്ങൾക്ക് പകർന്ന് ഞങ്ങളുടെ തലയിൽ വീണില്ല. ഒരു സ്വോത്രം പറഞ്ഞേ. അവിടെ ഇപ്പോൾ അവർക്ക് നല്ല 2 നില വീടുണ്ട്. ഒരു സ്വോത്രം പറയണം. നിന്റെ കൊച്ചു വീടല്ല അഭിഷേകത്തിന് വിട്ടുകൊട്. നിന്റെ സ്ഥിതി മുഴുവൻ മാറ്റാൻ ദൈവത്തിന് കഴിയും. സന്തോഷമുള്ളവർ മാത്രമേ കരമടിച്ച് ആരാധിക്കാവുള്ളൂ. ഇന്ന് രാത്രി ആത്മാവിറങ്ങാൻ നിന്റെ ഭവനം നീ ഏൽപ്പിച്ചാൽ ഇവിടെ 25 നിലയുള്ള അംബാനിക്ക് വീടുണ്ടെങ്കിലും മർക്കോസിന്റെ വീടിന്റെ കാര്യമല്ലേ എല്ലാവരും പ്രസംഗിക്കുന്നത്. മിണ്ടുന്നില്ല. അല്ലെ എല്ലാവരും യോഗത്തിൽ കയറി അംബാനിയുടെ വീടാണെന്നാ പറയുന്നത്. എടാ മർക്കോസിന്റെ വീട് പ്രസംഗിക്കാത്ത സ്റ്റേജ് ഏതാ? ആത്മാവിറങ്ങാൻ വിട്ടുകൊടു കുഞ്ഞെ. പെട്ടകം വെക്കാൻ ഏൽപ്പിച്ചുകൊണ്ട് നിന്റെ കുടുംബം ദേശത്ത് പ്രസിദ്ധമാകും. നിന്റെ തലമുറ പ്രസിദ്ധമാകും. വിശ്വസിക്കുന്നവരെ ദൈവത്തെ സ്തുതിക്കാവുള്ളൂ. ഹല്ലേലൂയ. അങ്ങനെ പരസ്യമായി ആ വെള്ളത്തിൽ കൊണ്ട് പഴയ തെള്ളീരാജിനെ കുഴിച്ചിട്ടു. സ്നാനം കുഴിച്ചിടില്ല, മരിച്ചടക്കുക. നിന്റെ പഴയ മനുഷ്യൻ മരിച്ചടക്കണം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. പഴയതെല്ലാം നീ പിന്നെ വട്ടം കറങ്ങി കിടക്ക് നോക്കാൻ നിൽക്കല്ലേ. സ്തോത്രം. ഞങ്ങൾ പ്രാർത്ഥിക്കാന്ന് പറയുമ്പോൾ നീ വട്ടം കറങ്ങി കിടക്കോട്ട് പോകല്ലേ. നീ ഇവിടെ നിന്നാൽ മതി. പുതിയ സൃഷ്ടിയാണ്.
നീ തിണ്ണക്കത്തെ കഥ ആരാണ്ട് പറഞ്ഞ് വലിച്ചു പറിച്ചുകൊണ്ടുകൊണ്ട് ബാത്റൂമിലൊക്കെ അല്ലേ. സ്വത്രം കണിയാൻ അങ്ങനെ പലതും പറയും. നിന്റെ വീട്ടിലേക്ക് നല്ല സ്ഥലത്ത് കന്നിമൂലയ്ക്കൊന്നും അല്ല. നിന്നോട് ആരാ പറഞ്ഞ കന്നിമൂലയുണ്ടെന്ന്? ഹലോ, നീ അത് വിറ്റേച്ച് പഴമ്പള്ളി വിറ്റേച്ച് നീ തിരുവല്ലയിലും കുമ്പനാട്ടും ഒന്നും പോകണ്ട. അവിടെ ഉണ്ടെന്ന് ആരാ പറഞ്ഞ്? പിശാച് അവിടെ ഇവിടെ എല്ലാം ഒരുപോലെ. യഹോവയായ ദൈവം വരുന്നു, ദൈവപുത്രന്മാരും വന്നു, പിശാചും അവിടെ ചെല്ലാതെ പിന്നെ കുമ്പനാട്ട് വരത്തില്ലേ? മിണ്ടുന്നില്ല. മനസ്സിലാകുന്നുണ്ടേ? നീ വിറ്റ് പറക്കി എങ്ങും പോകണ്ട. നീ നിൽക്കുന്നിടത്ത് നിന്നാൽ മതി. പെട്ടകം വെക്കാൻ സ്ഥലം കൊടുക്കാമോ? ആത്മാവ് ഇറങ്ങാൻ വീട് തുറക്കാമോ? നിന്റെ കുടുംബത്തിന്റെ ശാപം മാറും, പെടുമരണങ്ങൾ മാറും, ദുർമരണങ്ങൾ മാറും, ആഭിചാരങ്ങൾ മാറും, ദുഷ്ടന്റെ പോരാട്ടങ്ങൾ മാറും, ദുഷ്ടന്റെ അടിസ്ഥാനങ്ങൾ അഴിയും. ഏത് കെട്ടിയാലും നിന്റെ അകത്ത് ആത്മാവ് ഇറങ്ങിയാൽ കരിഞ്ഞു മാറാത്ത ഒന്നുമില്ല. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ഇതിനകത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. മരണത്തോടെ ഏകീഭവിക്കണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അഭിഷക്തന്മാരുടെ കൈക്കീരെ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. കൊടഞ്ഞല്ല, തളിച്ചല്ല, മുങ്ങണം. ഈയിടെ ആരാണ്ട് ആങ്ങളെയും പെങ്ങളും കൂടെ ആറ്റിലിറങ്ങിയിട്ട് രണ്ടുപേരും മൂക്കേ പിടൽ പിടിച്ചോണ്ട് 3 പ്രാവശ്യം മുങ്ങിപ്പൊങ്ങിട്ട് പറഞ്ഞു ഞങ്ങൾ സ്നാനപ്പെട്ടെന്ന്. ഇത് പിള്ളേർ വെള്ളത്തിൽ കളിക്കുന്ന പരിപാടിയല്ല. മിണ്ടുന്നില്ല. വെള്ളം മുടിയൻ ഉണ്ടാക്കി യേശുവിന് യോർദാൻ വരെ നടന്നു പോകേണ്ട കാര്യമുണ്ടോ? അവൻ ഇരിക്കുന്നത് വെള്ളം വരത്തില്ലേ? തീക്കൽപ്പാറ വെള്ളം നദി പോലെ ഒഴുക്കാൻ അറിയാമെങ്കിൽ സ്നാനപ്പെടണമെങ്കിൽ അവിടെ വെള്ളം വരുത്തിയാൽ പോരെ. പക്ഷെ യേശു സ്നാപകന്റെ അടുക്ക പോയി. സ്നാപകൻ പറഞ്ഞു അതരുത്, നീ ദൈവപുത്രൻ, ഞാൻ നിന്റെ സൃഷ്ടിയിൽ ഒരാള്, ഞാൻ വെറും മനുഷ്യൻ. പ്രൈസലോ, നീ സാക്ഷാൽ ദൈവം, അതരുത്. യേശു പറഞ്ഞു യോഗന്നാനെ ഇപ്പോൾ സമ്മതിക്ക്, ഇപ്പോൾ സമ്മതിക്ക്. ഇങ്ങനെ സകല ദൈവനീതിയും നിവർത്തിക്കട്ടെ. ഹോ, ഉലകത്തെ നോക്കി വെല്ലുവിളിച്ചു, നിങ്ങൾ ആർക്ക് എന്റെ പാപത്തെ കുറിച്ച് എനിക്ക് ബോധം വരുത്താമെന്ന് ഉലകത്തെ വെല്ലുവിളിച്ചവൻ, ഒരു പാപവും ഇല്ലാത്തവൻ യോഗന്നാന്റെ കൈക്കീഴെ സ്നാനപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ നീ ആരുമായിക്കൊള്ളട്ടെ, കള്ളിയോ കാളിയാങ്കലോ പകലോ മറ്റോ ഏതുമാകട്ടെ, നീ രക്ഷിക്കപ്പെടണം. രക്ഷിക്കപ്പെട്ട നീ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടണം. ക്രിസ്തുവിന്റെ മരണ അടക്ക പുനരുത്ഥാനത്തോട് നീ ഏകീഭവിക്കണം. ഞാൻ നിങ്ങൾക്ക് ചുമന്ന കാറ് കിട്ടുമെന്നോ വെളുത്ത പെണ്ണെ കിട്ടുമെന്ന് പറയാൻ വന്നതല്ല, സ്വർഗത്തിൽ പോകണമെന്ന് പറയാൻ വന്നതാ. അതായിരുന്നു പിതാക്കന്മാരുടെ പ്രസംഗം. ഇപ്പൊ അതൊക്കെ മാറി പോസ്പെരിറ്റി ആയി. നീ കാറ് മേടിക്കോ മേടിക്കാതിരിക്കോ എന്റെ വിഷയമല്ല. നീ നിത്യതയെ പോകണം. നിത്യതയെ പോകണമെങ്കിൽ നീ ആരാണെങ്കിലും രക്ഷിക്കപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞു. ദാനധർമ്മം ചെയ്യുന്നവൻ, നാട്ടുകാർക്ക് പള്ളി പണിത് കൊടുത്തവൻ, ഹോ, എപ്പോഴും പ്രാർത്ഥിക്കുന്നവൻ, എപ്പോഴും പ്രാർത്ഥിക്കുന്നവൻ. യേശു പറഞ്ഞു കൊർന്നേലിയോസേ, നിന്റെ പ്രാർത്ഥനയും നിന്റെ ദാനധർമ്മങ്ങളെല്ലാം സ്വർഗത്തിലെത്തി, പക്ഷെ നീയും കൂടെ എത്തണം. ഹലോ, നിന്റെ ദാനധർമ്മങ്ങൾ നിന്റെ പ്രാർത്ഥനയെല്ലാം എവിടെ എത്തി? നീയും കൂടെ എത്തണം. അതിന് ഞാൻ ഒരു വഴി പറയാം. നമ്മുടെ കടൽക്കരയിലെ തോൽക്കൊല്ലനായ ശീമോന്റെ വീട്ടിൽ ചില ദിവസങ്ങളായിട്ട് ശീമോൻ എന്ന് മറുപേരുള്ള പത്രോസ് എന്ന മറുപേരുള്ള ശീമോൻ, കർത്താവിനെല്ലാം കൃത്യമായിട്ട് അറിയാമേ, അല്ലാതെ തോൽക്കൊല്ലനായ പത്രോസ് അങ്ങനൊന്നും പറയുന്ന വിക്കില്ല. യേശുവിൻ്റെ ആത്മാവിനും വിക്കില്ല. മോശയ്ക്ക് വിക്കുണ്ടായിരുന്നു, പക്ഷേ യേശുവിൻ്റെ ആത്മാവിന് വിക്കില്ല. പി സി ചെറിയാന്ന് പറയുവാണെങ്കിൽ പി വെച്ചോണ്ടിരിക്കേണ്ടൊന്നും കാര്യമില്ല. മിണ്ടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? കൃത്യമായ അഡ്രസ് അല്ലേ പറഞ്ഞ്? കടൽക്കര, തോൽക്കൊല്ലൻ, അവൻ്റെ പേര് ശീമോൻ. അവൻ്റെ വീട്ടിൽ പത്രോസ് എന്ന മറുപേരുള്ള ശീമോൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. നീ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, അവൻ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം പ്രാർത്ഥിക്കുന്നവരാണ് ഇടപെടുന്നത്. ഹല്ലേലൂയ പറയണം. പ്രൈസ് ദി ലോർഡ്. നീ അവനെ ആളയച്ചു വരുത്തണം. വന്നപ്പോൾ അവൻ വന്നും വെച്ച്
കൊർന്നേലിയോസേ കുഴപ്പമില്ല, പള്ളിയൊക്കെ പണിത് തന്നല്ലേ, നിന്നെ ദൈവം അനുഗ്രഹിക്കും എന്നും പറഞ്ഞ് ബ്ലസ് ചെയ്ത് പോയെന്നല്ല. അവൻ മാനസാന്തരം പ്രസംഗിച്ചു. അവൻ പ്രസംഗിച്ച് വചനം പറഞ്ഞു കേട്ടപ്പോൾ അവർ ആത്മാവിലായി. ആത്മാവിലായവനെ വെള്ളം വിലക്കുന്ന ആരാന്ന് ചോദിച്ചാൽ അവരെ അന്ന് തന്നെ സ്നാനപ്പെടുത്തി. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലേ, നീ ആളയച്ചു വരുത്തിയാണെങ്കിലും വചനം കേട്ട് നീ മാനസാന്തരപ്പെട്ട് യേശുവിന്റെ മരണ അടക്ക പുനരുത്ഥാനത്തിൽ നീ പങ്കാളിയായാൽ ക്രിസ്തുവിനുള്ളവർ പിന്നെ എടുക്കപ്പെടും. ഞാൻ വേഗം നിർത്തട്ടെ. ലൂക്കോസ് 11:36 ഒന്ന് വായിച്ചേ. ആകയാൽ നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിപ്പാൻ നോക്കുക. നിന്റെ ശരീരം അന്ധകാരമുള്ള അംശം ഒട്ടുമില്ലാതെ മുഴുവനും പ്രകാശിതമായിരുന്നാൽ. നിന്റെ ജഡം, നിന്റെ ശരീരം അന്ധകാരത്തിൻ്റെ ഒരു അംശം പോലും വരാൻ പാടില്ല. ഇരുട്ടിൻ്റെ ഒരു വ്യാപാരവും നിന്നിൽ കാണാൻ പാടില്ല. എന്നെ ഒന്ന് ശ്രദ്ധിക്കണേ, വായിച്ചുകൊണ്ടിരിക്കല്ലേ. ഞാൻ ഇത് ഇടയ്ക്കിടയ്ക്ക് പറയാം, നിങ്ങൾ കുനിഞ്ഞിരുന്നാൽ ഉറങ്ങിപ്പോവും. നമ്മുടെ കുഴപ്പമില്ല, നമ്മൾ ഒന്നാമത് ഭയങ്കര ചൂട്, ബലഹീനത, അതുകൊണ്ട് അറിയാതെ മയങ്ങിപ്പോവും. പിന്നെ നിങ്ങൾ അങ്ങോട്ട് വിളിച്ചാൽ എനിക്ക് ഇറങ്ങി വരാൻ പാടെ, സ്റ്റെപ്പൊക്കെ ചവിട്ടി ഉണ്ട്. എന്നെ ഒന്ന് നോക്കിയത്, നമ്മൾ നോക്കി ഒരു അല്ലരിയെ പറഞ്ഞ് നിങ്ങൾ വീട്ടിൽ പോയി ഈ ഭാഗം വായിക്കണം. നമ്മുടെ കയ്യിലുള്ള പുസ്തകമല്ലേ. കുനിഞ്ഞിരിക്കല്ലേ, എന്നെ നോക്കി. ഞാൻ വളരെ പ്രാർത്ഥിച്ചു കൊണ്ടുവന്നൊരു ദൂത. നിങ്ങൾ കുനിഞ്ഞിരുന്നത് കുഴപ്പിക്കളയല്ലേ. ഒരു സ്തോത്രം പറയണം. ഞാനിച്ചിരി ക്ഷീണിച്ചാലും നിങ്ങൾ നമ്മളെല്ലാം കൂടെ ഒന്നിച്ച് അവിടെ കാണണം. പ്രൈസ് ദി ലോർഡ്. എന്താ വായിച്ചേ? നിന്റെ ശരീരം അന്ധകാരമുള്ള അംശം ഒട്ടുമില്ലാതെ മുഴുവനും പ്രകാശിതമായിരുന്നാൽ വിളക്ക് തിളക്കം കൊണ്ട് നിന്നെ പ്രകാശിപ്പിക്കും പോലെ, വിളക്ക് തിളക്കം കൊണ്ട് നിന്നെ പ്രകാശിപ്പിക്കുന്നത് പോലെ അശേഷം പ്രകാശിതമായിരിക്കും. ഒരു വാക്യം കൂടെ വായിക്കുമ്പോൾ അത് മനസ്സിലാകും. യോഹന്നാന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 5-ാമത്തെ വാക്യം. യോഹന്നാന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 5-ാമത്തെ വാക്യം. ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ടൊട്ടുമില്ല എന്നുള്ളത്. നിന്നിൽ ഇരുട്ട് വരില്ലെന്ന് പറയാൻ കാരണം ദൈവത്തിൽ എന്തില്ല? ഒട്ടും ഇരുട്ടില്ല. ആദിഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ. ക്രിസ്തുവിനുള്ളവരിൽ ഇരുട്ടിന്റെ അംശം പോലുമില്ല. മനസ്സിലാകുന്നുണ്ടോ? നീ നിൽക്കുമ്പോൾ നിഴല് താഴെ ഉണ്ടെങ്കിൽ ഓർത്തോണം, ഇരുട്ട് ചെറുതായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവനിൽ ഇരുട്ട് ഒട്ടുമില്ല. നമ്മളിൽ ഇരുട്ടിന്റെ സ്വാധീനമുണ്ടോ? എന്താണ് ഭൂമിയിൽ നന്മ മുളയ്ക്കാതിരുന്നത്? മീതെ ഇരുട്ട് മൂടി. പക്ഷെ ഇരുട്ടിന്റെ മീതെ, നമ്മുടെ പിള്ളേർ പറഞ്ഞാൽ അതുക്ക് മീതെ ആത്മാവ് പരിവർത്തിച്ചപ്പോൾ ദൈവം പറഞ്ഞു വെളിച്ചം ഉണ്ടാകട്ടെ. സൂര്യൻ ഉണ്ടാകട്ടെ, അതൊക്കെ പിന്നത്തെ കാര്യമാണ്. ആദ്യം പറഞ്ഞത് വെളിച്ചമുണ്ടാകട്ടെ. ഇന്ന് രാത്രി നീ പറ, എൻ്റെ കൂടാരത്തിൽ വെളിച്ചമുണ്ടാകട്ടെ. ദൈവം ഒരുക്കിയ നന്മ കാണാൻ കഴിയാതെ പൊടി പിടിച്ച് കിടക്കുന്ന മണ്ഡലങ്ങളിൽ ഇന്ന് രാത്രിയിൽ ഇരുട്ട് മാറി വെളിച്ചമുണ്ടാകട്ടെ എന്ന് നീ കൽപ്പിച്ചതിന്റെ ജീവിതം ഒരു വെളിച്ചമായി മാറട്ടെ. ക്രിസ്തുവിനുള്ളവരിൽ വെളിച്ചമുണ്ട്. ഞാൻ ബോസ് പാസ്റ്റർ അമേരിക്കയിലെ അറ്റ്ലാന്റയിൽ ചെന്നിറങ്ങി. ഈ അറ്റ്ലാന്റ ഇങ്ങനെ 1 മിനിറ്റ് 3 ഫ്ലൈറ്റ് വെച്ച് പോകുന്ന സ്ഥലമൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ആദ്യമായിട്ട് അവിടെ ചെന്നിറങ്ങിയത് അടുത്ത ഒരു കണക്റ്റഡ് ഫ്ലൈറ്റ് എടുത്തിട്ട് അടുത്ത സ്ഥലത്ത് പോയി. ആ രാത്രി കൺവെൻഷൻ പ്രസംഗിക്കാൻ പോയേക്കുക. എന്നാൽ എന്നെ കയറ്റിവിട്ടവർ പറഞ്ഞില്ല, അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ ഇങ്ങനെ താഴോട്ട് ഇറങ്ങി പോകണം, പിന്നെ ട്രെയിനിൽ കയറി അടുത്തടുത്ത് ചെല്ലണം എന്നൊന്നും എന്നോട് പറഞ്ഞു തരാഞ്ഞതുകൊണ്ട് ഞാൻ ഈ പെട്ടി മരിച്ചുകൊണ്ട് നടക്കുക. ഭയങ്കര ജനങ്ങളാണ്, ആയിരക്കണക്കിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു, താഴോട്ട് പോകുന്നു, മേളിൽ കൂടെ പോകുന്നു, ട്രെയിൻ പോകുന്നു. ഇങ്ങനൊരു എയർപോർട്ട് ഞാൻ ആദ്യമായിട്ട് കാണുക. 2006 കാര്യമാണ്. എൻ്റെ സമയവും പോകുന്നു. ഓടിച്ചെന്നില്ലെങ്കിൽ എനിക്ക് ഫ്ലൈറ്റ് കിട്ടത്തുമില്ല. ഞാൻ ആകെ വിഷമിച്ചു. എനിക്ക് അവർ പറഞ്ഞതിൻ്റെ കൂട്ട് ഭാഷ പറയാനും അറിയത്തില്ല. ഒരു പരുവത്തിലൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. സ്തോത്രം. അപ്പോൾ ഒരു സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ, 24-25 വയസ്സ് കാണും. വലിയ വണ്ണമൊന്നുമില്ല, നല്ല നീളമുള്ള ഒരു സായിപ്പ് പയ്യൻ എൻ്റെ അടുക്കൽ ഓടി വന്ന് ചോദിച്ചു, എന്താ നിൻ്റെ പ്രശ്നം?
ഞാൻ പറഞ്ഞു എനിക്ക് ഇന്ന ഫ്ലൈറ്റിൽ ഇന്നടുത്ത് പോകാൻ വേണ്ടി രാത്രി കൺവെൻഷൻ പ്രസംഗിക്കാനാണ് ഞാൻ പറഞ്ഞു ഒപ്പിച്ചു. അത് അവന് മനസ്സിലായി. ഒരു അല്ലേലൂയ പറഞ്ഞ് അവൻ ശാശു എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞത് അവന് പിടികിട്ടി. ഹല്ലേലൂയ. അവൻ ടിക്കറ്റ് ഞാൻ പറഞ്ഞു. എൻ്റെ ടിക്കറ്റും മേടിച്ചുകൊണ്ട് ഒറ്റ ഓട്ടം. ഞാൻ ഈ ശരീരവും മരിച്ചുകൊണ്ട് പുറകെ ഓടണ്ടേ. ഞാനിതും മരിച്ച് ഈ കയ്യിലിരിക്കുന്ന ബാഗും വലിച്ചുകൊണ്ട് ഞാൻ ഓടി ആൾക്കൂടുതലിനിടയ്ക്കല്ലേ. ഒന്ന് തെറ്റിയാൽ മൊത്തം സായിപ്പന്മാരല്ലേ. ഇതാരാന്ന് വിചാരിച്ച കണ്ടുപിടിക്കുന്നത്. അപ്പം ഞാനിവൻ്റെ പുറകെ ഓടി 1.5 കിലോമീറ്റർ ഓടി. ഇവൻ ചെന്ന് ഒരു കൗണ്ടറിൽ ചെന്നു. ഇത് ടിക്കറ്റ് അങ്ങോട്ട് കൊടുത്തു. എല്ലാം റെഡിയാക്കി ബോർഡിംഗ് പാസ് എടുത്ത് തന്നു. ഇവൻ എൻ്റെ കയ്യെ പിടിച്ചോണ്ട് ഓടി പോയി ഗേറ്റിൽ ചെന്നു. എന്നെ അങ്ങോട്ട് കയറ്റി വിട്ടു. ഞാൻ തിരിഞ്ഞു നോക്കി താങ്ക്സ് പറഞ്ഞു. ഇവനെ കണ്ടില്ല, ഇന്നുവരെയും കണ്ടിട്ടില്ല. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. ഏത് വഴി അറിയാത്തടത്തും നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്നൊരു സ്വർഗം ഇന്ന് രാത്രിയുണ്ട്. വിശ്വസിക്കുന്നവരെ ദൈവത്തെ ആരാധിക്കാവുള്ളൂ. നിന്നെ എങ്ങും കൊണ്ടിട്ട് തകർക്കാൻ അവൻ അനുവദിക്കത്തില്ല. വിശ്വസിക്കുന്ന ദൈവമക്കളുടെ കരമടിച്ച് ആരാധിച്ച് വഴി തെറ്റി നിൽക്കുന്ന നിന്നെ, വഴി അറിയാതെ ഭാരപ്പെടുന്ന നിന്നെ ഇറങ്ങി വന്ന് വിടുവിക്കുന്ന ഒരു നിത്യാത്മാവ് നിനക്കുണ്ട്. അവനിൽ ഇരുട്ട് ഒട്ടുമില്ല. ക്രിസ്തുവിൽ വസിക്കുന്നവനിലും ഇരുട്ട് വരാൻ പാടില്ല. ഞാൻ ഇങ്ങനെ പോയാൽ സമയം പോകും. റോമാലേഖനം 8:11. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യശരീരങ്ങളെയും ജീവിപ്പിക്കും. മർത്യശരീരം ജീവിക്കണമെങ്കിൽ ക്രിസ്തുവിന്റെ ആത്മാവ് ഉള്ളി വേണം. ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ആത്മാവ് നിന്നിൽ വസിക്കുന്നു എങ്കിൽ, ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവ് നിന്റെ മർത്യശരീരത്തെ ഉയർപ്പിക്കും. ആദ്യഫലം ക്രിസ്തു. പിന്നെ ക്രിസ്തുവിനുള്ളവനെ ഉയർക്കണമെങ്കിൽ നമ്മുടെ ധാരണ പാട്ട് ക്ലൈമാക്സിൽ എത്തുമ്പോൾ 3 മുറിയന്യ ഭാഷ പറയാൻ ആത്മാവല്ല. അത് പറഞ്ഞു. ആത്മാവിനെ തന്നത് നിന്റെ ഈ മർത്യശരീരം. കൊളസ്ട്രോളും ഷുഗറും പ്രഷറും ട്യൂമറും ലുക്കേമിയയും കാൻസറും വൈറൽ ഫീവറും ഹെപ്പറ്റൈറ്റിസ് ബിയും എല്ലാമുള്ള, ലിവർ വീക്കമുള്ള, കിഡ്നി ട്രബിളുള്ള, ബ്രെയിൻ ട്യൂമറുള്ള നിന്റെ ഈ മർത്യശരീരത്തെ, പ്രൈസ് ദി ലോർഡ്, സ്വന്തം പെങ്ങന്മാര് പോലും അങ്ങോട്ട് പോകേണ്ട നാറ്റം വെച്ചെന്ന് പറയുന്ന നിന്റെ ശരീരത്തെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുന്ന ആത്മാവ് ഈ രാത്രി ദൈവാത്മാവുള്ളവൻ ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. സഭയ്ക്ക് ദൈവം ദാനം നൽകിയത് എൻ്റെ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവ് ഏറ്റെടുക്കുന്നവർ ദൈവത്തെ ആരാധിച്ച് ഇന്ന് രാത്രി ആത്മാവുള്ളവനെ യേശു ഉയർപ്പിക്കാൻ പോവുകയാണ്. നമ്മുടെ കുറിവാക്യം മറക്കല്ലേ. ഇനിയും സഹോദരങ്ങളെ, അവന്റെ പ്രത്യക്ഷതയും അവന്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ ഈ മൺമയമായ ശരീരം പൊടിയിൽ അകപ്പെട്ടു പോയാലും ഉയർക്കുമെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇവിടെ ഉണ്ട്? ഒരല്ലേലൂയ പറഞ്ഞേ. ഭക്തൻ പാടി, മണ്ണോട് മണ്ണായി ഞാൻ അമർന്നു പോയാലും എൻ കാന്തനേശു കൈവിടില്ല. മണ്ണോട് മണ്ണായി ഞാൻ അമർന്നു പോയാലും എൻ കാന്തനേശു കൈവിടില്ല. എന്നെ ഉയർപ്പിക്കും വിൻശരീരത്തോടെ കൈക്കൊള്ളുമേഴയെ മഹത്വത്തിൽ. എന്നെ ഉയർപ്പിക്കും വിൻശരീരത്തോടെ കൈക്കൊള്ളുമേഴയെ മഹത്വത്തിൽ. പതറുകയില്ല ഞാൻ, പ്രതികൂലമാനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ, പ്രലോഭനമാനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും
ചിന്താതെ നടത്തിയിടും അന്ത്യം വരെ. പ്രിയരേ, പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും മണ്ണോട് മണ്ണായി അമർന്നു പോയാലും എൻ്റെ കാന്തൻ യേശു കൈവിടത്തില്ല, എന്നെ ഉയർപ്പിക്കും. ഇതുപോലെ പ്രഷറും ഷുഗറുമുള്ള ശരീരത്തോടല്ല, വിൻ ശരീരത്തോടെ. കാഹളം കേൾക്കുമ്പോൾ ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ എൻ്റെ ഉടുപ്പ് പട്ടണ സൂര്യ അഴിച്ചിടുന്നത് പോലെ മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കാൻ കഴിയാത്തത് കൊണ്ട് ഈ ശരീരം ഉരിഞ്ഞിട്ടിട്ട് എൻ്റെ അകത്തെ മനുഷ്യൻ ആയിരം കോടി വാനഗോളങ്ങളെ താണ്ടി പറന്നുയരുമ്പോൾ സഭയുടെ ഇന്നലകളിലെ പിതാക്കന്മാർ മാതാക്കൾ കല്ലറകളെ ഭേദിച്ചുയർത്തെഴുന്നേറ്റ് വരും. അവർ ഉയർപ്പിന്റെ ശരീരം പ്രാപിക്കും, നമ്മൾ രൂപാന്തര ശരീരം പ്രാപിക്കും. ഒന്നുകൂടെ ഞാൻ പറയുന്നു, മരിച്ച വിശുദ്ധന്മാർ ഉയർപ്പിന്റെ ശരീരം പ്രാപിക്കും. കഴുത്ത് വെട്ടിക്കളഞ്ഞ പൗലോസും കല്ലെറിഞ്ഞു കൊന്ന സ്തേഫാനോസും തലകീഴായി ക്രൂശിച്ച പത്രോസും പ്രൈസ് ദി ലോർഡ്, ആ ഉയർക്കുന്ന കൂട്ടത്തിൽ ഉയർത്തെഴുന്നേറ്റ് വരും. ഞാനും ആ കൂടെ കാണും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഇനി കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ ഇന്ന് രാത്രി എത്ര പേരകത്ത് സന്തോഷമുണ്ട്? എൻ്റെ യേശു വരാറായി, കാഹളം ധ്വനിക്കാറായി. ഹല്ലേലൂയ. ഒരു വാക്യം വായിക്കണം, സമയമില്ല, നമ്മൾ ഒത്തിരി വായിച്ചതാണ്. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. മൂന്ന് കാലഘട്ടമാണ്, ശ്രദ്ധിക്കണേ. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, അതാ ബേത്ലഹേമിൽ ജനിച്ചത്. നമുക്കൊരു മകൻ നൽകപ്പെട്ടു, അതാ കാൽവറി സംഭവിച്ചത്. ഹലോ, ഇനിയും ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അതാ സംഭവിക്കാൻ പോകുന്നത്. 3 കാലഘട്ടത്തിന് ദൂത ഒറ്റവാക്കി പറഞ്ഞത്, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, അതൊരു ഭൂതകാലമാ. നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ഇന്ന് രാത്രിയിലും അത് വർത്തമാനകാലമാണ്, നൽകപ്പെട്ടിരിക്കുന്നു. എന്നാൽ ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രി, അവൻ വീരനാം ദൈവം, അവൻ നിത്യപിതാവ്, അവൻ സമാധാന പ്രഭു. ഈ രാത്രിയിൽ ആധിപത്യം അവൻ ഏറ്റെടുക്കാൻ പോകുകയാണ്. സകല രാജ്യങ്ങളെയും അവൻ അടക്കി പാടാൻ പോകുകയാണ്. നിന്റെ കയ്യിരിക്കുന്ന കാർഡുകൾ ഒരു കാര്യം നിന്നെ വിളിച്ചറിയിക്കുന്നുണ്ട്. കാർഡില്ലാതെ വാങ്ങാനും വിൽക്കാനും കഴിയാത്ത അവസ്ഥ. ഇപ്പൊ കുറച്ച് രൂപ ഒക്കെ ചെലവാക്കുന്നുണ്ട്, ഉള്ളത് ചെലവാക്കിക്കോണം. കറൻസി ഇല്ലാതാക്കാൻ പോവാ, ഡോളർ ഇല്ലാതാകാൻ പോകുക, മുഴുവൻ കാർഡാകാൻ പോകുക. നിനക്കറിയത്തില്ലേലും ഉണ്ടേലും എല്ലാം 6 വരാൻ പോകുക. നിന്റെ വീട്ടിൽ കറന്ന പശുവിൻ്റെ പാല് കുടിക്കണേൽ 6 വേണം. നിന്റെ വീട്ടിലെ തൈര് ലസ്സി അടിച്ചടിക്കണമെങ്കിൽ 6 വേണം. നിന്റെ തെങ്ങയിലെ തേങ്ങ കരിക്ക് വെട്ടി കുടിക്കണേ 6 വേണം. ഹലോ, വിൽക്കാനും വാങ്ങാനും 6 വേണം. അതിന് തൊട്ടു മുമ്പേ സഭ പോവും. ഇന്ന് രാത്രി കാഹളം ധ്വനിച്ചാൽ ഞാൻ പോകും എന്ന് ഉറപ്പുള്ളവരെ കരങ്ങളൊന്ന് ഉയർത്തി, കരങ്ങൾ വീശി അന്യഭാഷയിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ. യേശു വരാറായി. ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് രാത്രിയിൽ. അതെ, എനിക്ക് ഈ ആത്മാവിനെ പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. എനിക്ക് ഈ മരച്ചടക്കം പുനരുത്ഥാനത്തിൽ പങ്കാളിയാകാൻ കഴിഞ്ഞിട്ടില്ല. എനിക്കിതുവരെ രക്ഷിക്കപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് രാത്രിയിൽ എൻ്റെ പാപമനുഷ്യൻ മരിക്കട്ടെ. എൻ്റെ യേശു എൻ്റെ ഉള്ളത്തിൽ എൻ്റെ കർത്താവായി, എൻ്റെ ദൈവമായി, എൻ്റെ രാജാവായി വെളിപ്പെടട്ടെ. അവൻ്റെ രക്തം കൊണ്ട് എൻ്റെ പാപക്കറകളെ കഴുകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ എൻ്റെ പേരെഴുതപ്പെടട്ടെ. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിക്കളയും. അത് 2ാമത്തെ മരണമാണ്. ഇന്ന് രാത്രി ജീവന്റെ പുസ്തകത്തിൽ എൻ്റെ പേരുണ്ടെന്ന് ഉറപ്പുള്ളവര് ധൈര്യത്തോടെ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് ദൈവത്തെ സ്തുതിച്ച്, ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്നേഹിത നിങ്ങൾ ആരുമായി കൊള്ളട്ടെ, ഇന്ന് രാത്രി രക്ഷിക്കപ്പെടുവാൻ. അതെ, കരങ്ങൾ താത്തിടാം. ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഈ രാത്രിയിൽ ഈ നല്ല കർത്താവിനെ എൻ്റെ രക്ഷകനായി ഞാൻ സ്വീകരിക്കുന്നു. എനിക്ക് അവൻ്റെ മകനാകണം.
എനിക്ക് അവന്റെ മകളാകണം. വ്യർത്ഥമായ എല്ലാ പിതൃപാരമ്പര്യങ്ങളെ വിട്ട് നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും എന്നെ കരം പിടിച്ചുയർത്തുന്ന കർത്താവിന്റെ കരങ്ങളിൽ എൻ്റെ ജീവിതം സമർപ്പിക്കുകയാണ്. തീരുമാനമുള്ളവരുണ്ടെങ്കിൽ അവരെ കരമൊന്ന് ഉയർത്തിയാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ലജ്ജിക്കണ്ട. ഇന്ന് രാത്രി ഉയർത്തപ്പെട്ട കരങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം എഴുന്നേൽക്കാം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം സമയം 5 മിനിറ്റ് മുൻപോട്ട് പോയെങ്കിലും ഈ ചൂടും പിടിച്ച് വീട്ടിലോട്ട് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഇവിടെ പാട്ട് പാടുന്ന അവസരത്തിൽ പ്രാർത്ഥന ആവശ്യമുള്ളവർ മുൻപോട്ട് വന്നാൽ കരമുയർത്തിയവർ ഉൾപ്പെടെ നിങ്ങൾക്ക് വേണ്ടി അഭിഷിക്തന്മാർ കരം വെച്ച് പ്രാർത്ഥിക്കും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും എഴുന്നേക്കാം. നല്ല കർത്താവേ, സ്വർഗീയ പിതാവേ, നിന്റെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങ് വരാറായല്ലോ, കാഹളം ധ്വനിക്കാറായല്ലോ, നാഥന്റെ പ്രത്യക്ഷത അടുത്തല്ലോ, ഞങ്ങളുടെ സമാഗമനം സംഭവിക്കാൻ പോകുന്നല്ലോ. ഞങ്ങളെ ഏൽപ്പിച്ച രക്ഷയുടെ ദൂത് ഞങ്ങൾ മറച്ചു വെക്കാൻ ഇടയാകാതെ ധൈര്യത്തോടെ രക്ഷയുടെ സന്ദേശം അറിയിപ്പാൻ ഞങ്ങളുടെ മേൽ കൃപ ചെയ്യുന്നതിനായി സ്തോത്രം. ഈ വചനം കേട്ട് ആരും നഷ്ടപ്പെടരുത്, ഒരാൾ പോലും കൈവിടപ്പെടരുത്. കാഹളധ്വനിയെങ്കിൽ ഇവരെല്ലാവരും യേശുവിന്റെ മഹത്വം കണ്ടറിയുവാൻ ദൈവം കൃപ ചെയ്യണമേ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമീൻ. ഒരു പാട്ടിൻ്റെ 4 ലൈൻ പാടുമ്പോൾ പ്രാർത്ഥന ആവശ്യമുള്ളവരുണ്ടെങ്കിൽ മുൻപോട്ട് വന്നാൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. മണ്ണോട് മണ്ണായി ഞാൻ അമർന്നു പോയാലും എൻ കാന്തനേശു കൈവിടില്ല. മണ്ണോട് മണ്ണായി ഞാൻ അമർന്നു പോയാലും എൻ കാന്തനേശു കൈവിടില്ല. വീടും അന്ത്യം വരെ മുൻപിൽ ചെങ്കടലാ തീരച്ചാലെതിരാൻ പിൻപിൽ വൻവൈരി പിൻഗമിച്ച മുൻപിൽ ചെങ്കടലാത്തിൻ കാത്തിടും എൻ പ്രിയൻ പോറ്റിടും എൻ നാഥൻ നടത്തിയിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും എൻ പ്രിയൻ പോറ്റിടും എൻ നാഥൻ നടത്തിയിടും അന്ത്യം വരെ.